അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ജസാക്കുമുല്ലാഹു അഹ്സനൽ ജസാ. ഉസ്താദ് വളരെ നന്നായിട്ടുണ്ട് ക്ലാസ്. ഉസ്താദ് പറയുന്ന പല മസലകളും അവിടെ വളരെ ഉപയോഗിക്കുന്നു. ചിലപ്പോൾ ഉസ്താദ് ഞങ്ങളെപ്പോലെ ഉൾപ്രദേശത്തുള്ളവർക്കത് നന്നായിട്ട് ഉൾക്കൊള്ളാൻ പറ്റുന്നുണ്ട്. കാരണം നമ്മുടെ നാട്ടിലെ പുഴകളിൽ കൂടി പട്ടിയെ കൊണ്ടുപോകാറുണ്ട്. സൗണ്ടില്ല എനിക്ക് ഞാൻ പറയുന്നതിൽ ഒന്ന് അടിച്ചാളെ ആരും സൗണ്ടില്ലേ? പുഴകളിൽ കൂടി നായ്കളെ കൊണ്ടുപോകാറുണ്ട്. അപ്പോൾ ചിലപ്പോ നായി തല മാത്രമേ ഉയർത്തുള്ളൂ, ബാക്കി മുഴുവനും അത് വെള്ളത്തിനടിയിൽ കുഴിൽ തന്നെയാണ്. ചിലപ്പോൾ ഒരു മുട്ട് വരെയുള്ള അല്ലെങ്കിൽ അര വരെയുള്ള ഇതിലെ കൂടി പോകുമ്പോൾ, അപ്പോൾ അവിടെ നമുക്ക് നായനെ തൊടേണ്ടി വരും. നായി നമ്മെ മുട്ടുകയും ചെയ്യും. അതിന് നന്നായിട്ട് ഉസ്താദ് പറയുന്ന മസല വളരെ ചേർന്നതാണ്. എൻ്റെ ഒരു ചോദ്യം കൂടി ഉണ്ട് ഉസ്താദെ. ഇപ്പോൾ നേരത്തെ പറഞ്ഞു നായ ഒരു പാത്രത്തിൽ വെള്ളത്തിൽ തലയിട്ടാൽ ആ വെള്ളം നജസല്ല, ആ പാത്രം നജസാണെന്ന്. അതെങ്ങനെയാ ഉസ്താദെ? പാത്രത്തിന് ഇത് മുട്ടുന്നില്ലെങ്കിലോ? നജസല്ലാത്തൊരു സാധനം ആ വെള്ളം നജസല്ല എന്ന് വിധിച്ചാൽ തന്നെ പിന്നെ നജസല്ലാത്ത സാധനം ഒരു പാത്രത്തിൽ കൊണ്ടാൽ അത് പിന്നെ എങ്ങനെയാ മുത്തലജ്ജിസ് ആവുന്നത് എന്നതാണ് ചെറു സംശയം. വിശദീകരിച്ച് തന്നായിരുന്നു. അസ്സലാമു അലൈക്കും. വഅലൈക്കും അസ്സലാം. ഏത് നജസല്ലാലൂലെ? വെള്ളവും നജസല്ല, പാത്രവും നജസല്ല. പക്ഷേ താത്പര്യമായിട്ട് പാത്രം കഴുകണമെന്ന്. കഴുകണത് നജസായത് കൊണ്ടല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, നിങ്ങളിൽ ഒരാളുടെ ഒരു പാത്രത്തിൽ നായ തലയിട്ടാൽ അത് 7 പ്രാവശ്യം നിങ്ങൾ കഴുകണം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതുകൊണ്ട് അതിന്റെ ഇല്ലത്ത്, എന്തിനാണ് കഴുകുന്നത് എന്ന ഇല്ലത്ത് നമുക്കറിയില്ല. അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് കൊണ്ട് നമ്മൾ കഴുകുന്നു. പാത്രവും നജസല്ല, വെള്ളവും നജസല്ല, രണ്ടും നജസല്ല. കാരണം ത്വാഹിറായ ജീവിയാണ് നായ. നമ്മുടെ മതബ് അല്ലാതെ ഇട്ടോ, അത് മാലിക്കി മതബാണ്. ആട്ടെ, എന്നാലും മാലിക്കി മതബ് പറയുന്നത് നായ ത്വാഹിറായ ജീവിയാണ്. ആടിനെ പോലെ പൂച്ചയെ പോലെ, മനസ്സിലായില്ലേ? ആടിനെ പോലെയോ പൂച്ചയെ പോലെയോ ഒക്കെ ത്വാഹിറായ ഒരു ജീവിയാണ്. അതുകൊണ്ട് വെള്ളം 2 കൊല്ലത്തിൽ താഴെയുള്ള വെള്ളത്തിലാണെങ്കിൽ പോലും അത് തലയിട്ട വെള്ളം നശാവൂല. എന്നാൽ പാത്രം നശാവോ? അത് ഏതായാലും ഇല്ല. എന്നാ പിന്നെ പാത്രം കഴുകണം. എന്തിനു കഴുകണം? അത് തഅബ്ബുദാണ്. നമുക്ക് അതിനെ ഹിക്മത്ത് അറിയില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഇദാ വലഅൽ കൽബു ഫീ ഇനായദികും ഫഗ്സിലുഹു 7 മർറാത്തിൻ. നിങ്ങളുടെ ഒരാളുടെ പാത്രത്തിൽ നായ തലയിട്ടാൽ അത് 7 പ്രാവശ്യം കഴുകണം എന്ന് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. അതിന്റെ ഇല്ലത്ത് എന്താണെന്ന് നമുക്കറിയില്ല. അതുകൊണ്ട് അത് നമ്മൾ തഅബ്ബുദായിട്ട് ചെയ്യുന്നു, അല്ലാതെ പാത്രം നജസാനെന്നല്ല. അതെന്ത് ഹിക്മത്താ? വെള്ളം നജസായിട്ട് പിന്നെ വെള്ളം നജസാവൂലെങ്കിൽ പിന്നെ പാത്രം എങ്ങനെ നജസാവുക? രണ്ടും നജസല്ല. പക്ഷേ വെള്ളം കഴിക്കാൻ കൽപ്പന, അതുകൊണ്ട് വെള്ളം ഉപയോഗിക്കാം. പാത്രം കഴുകാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കൽപ്പിച്ചു. 7 വട്ടം കഴുകണം എന്ന് കൽപ്പിച്ചു. അത് തഅബ്ബുദായിട്ട് കഴുകണം, നജസായതുകൊണ്ട് കഴുകണം എന്നല്ല. ഓക്കെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഉസ്താദ്, ഇപ്പം ഈ നായ കുറുക്കനൊക്കെ വീണാല് അതിൽ കൂടെ കടന്ന് ചാവുകയും ചെയ്തു. ആ തോന വെള്ളം ഉണ്ടായാലും കാരണം നമ്മുടെ നാട്ടിലൊക്കെ അത് വറ്റിച്ചുകാണ്ട് പിന്നെ ശുദ്ധിയാക്കുന്നത്. അങ്ങനെ ആവശ്യമുണ്ടോ എന്നാണ് എന്റെ സംശയം. മൈക്ക് വിട്ടു. അതിന്റെ ആവശ്യമില്ല. അത് വസ്വാസിന്റെ ഭാഗമാണ്. നായ കിണറ്റിൽ വീണു എന്നതുകൊണ്ട് അതിലെ വെള്ളം വറ്റിക്കുക എന്ന് പറയുന്ന ഒരാവശ്യമില്ല. അത് വെറും വസ്വാസാണ്. അപ്പൊ നിഷ്കാല് ചിലപ്പം നായ വീണാല് ഈ പേടിച്ചിട്ട് കാഷ്ടിക്കും. അങ്ങനെ സ്വഭാവമുണ്ട്. അതുകൊണ്ട് നിങ്ങൾക്ക് എന്തേ വെള്ളം തോന്നുണ്ടെങ്കിൽ കാഷ്ടിച്ചെന്നില്ല, വെള്ളത്തിന്റെ വാസന മാറിയിട്ടില്ല, രുചി മാറിയിട്ടില്ല, നിറം മാറിയിട്ടില്ല, ഒന്നുമില്ല. പിന്നെ അതിന്റെ അടിയിൽ നായന്റെ കാഷ്ടം ഉണ്ട് എന്നല്ലേ? കൊണ്ടെന്താ? അതിന്റെ ഒന്നും ആവശ്യമില്ല. അതൊക്കെ ഒസ്വാസിന്റെ ഭാഗം. നമ്മളല്ലെങ്കിൽ തന്നെ ഒസ്വാസാർ കീശിരിക്കറിയോ? നമ്മളെ നാട്ടിൽ തൈമം ചെയ്യാൻ വേണ്ടിയിട്ട് എന്താ ചെയ്യാറിയോ? കിണറ്റിന്റെ അടിയിൽ ഇറങ്ങിയിട്ട് മണ്ണെടുത്തിട്ട് അത് കൊണ്ടുവന്നിട്ട് ഉണക്കി പൊടിച്ചിട്ട് സൂക്ഷിച്ച് വെക്കുക. എന്താ തൊഹൂറായ മണ്ണിട്ടാൻ. അതിലും വലിയ ഒസ്വാസ് ലോകത്ത് വല്ലതും ഉണ്ടോ? എന്നതുപോലത്തെ ഒരു ഒസ്വാസാണ്. നായ കിണറ്റിൽ വീണ് ചത്തുപോയി, നായനെ എടുത്തിട്ടു, പറഞ്ഞേക്ക് രോമുണ്ടെങ്കിൽ അതിന് വല്ല ഹിക്മത്തും ഉപയോഗിച്ച് വെള്ളം കുറെ ഒഴിവാക്കി. പിന്നെയും അത് ധാരാളം കൊല്ലത്തുകൾ വെള്ളമുണ്ട്. എന്നാൽ വെള്ളം തൊഹൂറാണ്, കിണറും തൊഹൂറാണ്. പിന്നെ അവിടെ ഇഷ്കാൽ ഇതാണ്,
നായിന്റെ പ്രത്യേകതയാണ് പേടിച്ച് അപ്പ കാഷ്ടിക്കും. അങ്ങനെ ഇത് വീകുമ്പോ പേടിച്ചിട്ട് കിണറ്റിൽ കാഷ്ടിച്ചിട്ടുണ്ടാവുമല്ലോ എന്ന്. ആയിക്കോട്ടെ, കൊണ്ട് കുഴപ്പമില്ല, വെള്ളത്തിന് പകർച്ചയില്ലാത്തയിടത്തോളം ഈ നായയുടെ കാഷ്ടം അടിയിൽ നിൽക്കുമ്പോൾ തന്നെ ആ കിണറ്റിലെ വെള്ളം ഉപയോഗിക്കുന്നത് കൊണ്ട് യാതൊരു തകരാറുമില്ല, വെള്ളം നജസാവൂല. നിറം, മണം, രുചി എന്നിവ വ്യത്യാസപ്പെട്ടിട്ടുണ്ടെങ്കിൽ മാത്രമേ ഈ 2 കൊല്ലത്തിലധികമുള്ള വെള്ളം നജസാവുള്ളൂ. ആ പകർച്ചക്കൊന്നുമല്ല, വെള്ളം ധാരാളം ഉണ്ട്, വെള്ളത്തിന് മണോ രുചിയോ നിറോ ഒന്നും മാറിയിട്ടില്ല എങ്കിൽ നായ എടുത്ത് കളയുക. രോമുണ്ടെങ്കിൽ അത് ഹിക്മത്ത് ഉപയോഗിച്ചിട്ട് കളയുക. ബാക്കിയുള്ള വെള്ളം ഉപയോഗിക്കാൻ, വറ്റിക്കേണ്ട ആവശ്യമില്ല. ഇനി ഒരാൾ വറ്റിക്കുകയാണെങ്കിൽ അതിന് പോലീസിനെ വിളിക്കൊന്നും വേണ്ട, അത് ഓന്റെ വിശ്വാസമാണെന്ന് വെച്ചാൽ അത് ഇസ്ലാം ശരീഅത്തിൽ അങ്ങനെ പറ്റിച്ചേണ്ട ആവശ്യമില്ല എന്ന്. ഓക്കെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹ്. മുമ്പേ ക്ലാസ്സിലുണ്ട്, ഞാൻ വേറെ നെറ്റിലായിരുന്നു. പക്ഷേ എല്ലാവർക്കും ആദ്യം ആശംസ അറിയുന്നു. ഉസ്താദിന്റെ ഇൽമി അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. ഉസ്താദിന്റെ ഒരു ചോദ്യം മുമ്പ് കഴിഞ്ഞിലാണ്. നായ പന്നിയിൽ നിന്ന് പിരിഞ്ഞുണ്ടായത് മനുഷ്യനായാലും ഈ കൈകണം എന്ന് പറഞ്ഞല്ലോ, മനുഷ്യനും മുഗല്ലദായ നജസ് പോലെ തന്നെ 7 പ്രാവശ്യം കഴുകണം. അതേസമയത്ത് അവനിക്ക് നിസ്കരിക്കുമ്പോൾ അവന്റെ നനവൊന്നും പള്ളിയിലോ മറ്റായ പ്രശ്നമില്ല എന്ന് പറയുന്ന നോക്കുമ്പോൾ ഇവനെ നനവിൽ ഒരാള് നനവോട് കൂടി തൊട്ടാൽ അവന് 7 പ്രാവശ്യം കഴുകണോ എന്നാണ് എന്റെ ചോദ്യം. മൈക്കോട്ട്. അസ്സലാമു അലൈക്കും. ശരിക്ക് വാഹിദനുസരിച്ച് കഴുകണം എന്നാണ്. പക്ഷേ അവനെ തൊടാനും ആവശ്യമാവുന്ന, മുൽത്തറാവുന്ന, അതല്ലെങ്കിൽ വലബത്ത് വരുന്ന സാഹചര്യത്തിൽ അഫ്വ് ചെയ്യപ്പെടുന്നു. നജസ് തന്നെയാണ്, തൊട്ടാ കഴുകണം എന്നാണെങ്കിൽ പോലും അവനുമായി ഇടപഴകാനും സ്പർശിക്കാനും അത്യാവശ്യമായ ഘട്ടത്തിൽ നനവോട് കൂടി തൊട്ടാലും സാധനം നജസ് തന്നെയാണെങ്കിലും അഫ്വ് ഉണ്ട് എന്ന് അവിടെ തന്നെ അതിന്റെ ഹാഷികൾ പറഞ്ഞിട്ടുണ്ട്. മനസ്സിലായില്ലേ? അഫ്വ് ഉണ്ട് എന്ന്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹ്, ഇന്നലെ നിങ്ങളുടെ എല്ലാവരുടെയും ദുആ ഉണ്ടായിരുന്നു. അൽഹംദുലില്ലാഹ്, അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. വൈകുന്നേരം ആയപ്പോഴത്തേക്കും മനസ്സിന് വളരെ ഒരു ലാഘവം വന്നു. സുഖമായിട്ട് ഉറങ്ങാൻ പറ്റി. അല്ലാഹു ഉസ്താദുമാർക്കും മറ്റുള്ളവർക്കെല്ലാം അതിന് അർഹമായ പ്രതിഫലം നൽകട്ടെ എന്ന് ദുആ ചെയ്യുകയാണ്. ഉസ്താദെ, ഞാൻ എന്റെ ആദ്യത്തെ ചോദ്യം ചോദിക്കാനുള്ളത്, നമ്മളുടെ ദേഹത്ത് നമ്മൊരു വസ്തു കണ്ട്, പക്ഷെ അത് നജസാണോ എന്താണ്, നമ്മ മണവും ഇതൊന്നുമില്ല, അങ്ങനത്തെ ഒരു അവസ്ഥ വന്ന് എന്താണ് ആ വസ്തു എന്ന് തിരിച്ചറിയാൻ പാടില്ലാത്ത അവസ്ഥ വരികയാണെങ്കിൽ നമ്മൾ നിസ്കരിക്കുമ്പോഴോ വുളു ചെയ്യുമ്പോഴോ എന്താണ് അതിന്റെ രീതി എന്താണെന്ന് ഉസ്താദ് പറയണം. എന്താണ് ആ വസ്തു നമുക്ക് തിരിച്ചറിയാൻ പറ്റാന്നുള്ളത്, അല്ലെങ്കിൽ അതിന് മണമൊന്നും കാണുന്നില്ല, അങ്ങനത്തെ ഒരു അവസ്ഥയാണെങ്കിൽ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി. അല്ലാഹു സുബ്ഹാനഹു വ തആല പൂർണ്ണമായ സമാധാനവും പ്രശ്നങ്ങൾക്കൊക്കെ പരിഹാരവും അല്ലാഹു തആല ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ബർക്കത്ത് കൊണ്ട് എളുപ്പമാക്കുമാറാകട്ടെ. പൂർണ്ണമായ പ്രശ്നപരിഹാരം അല്ലാഹു തആല എളുപ്പമാക്കുമാറാകട്ടെ എന്ന് നമുക്ക് എപ്പോഴും ദുആ ചെയ്യാം. എല്ലാവരും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ദുആ ചെയ്യുക. അല്ലാഹു തആല എല്ലാ നിലക്കുള്ള ഖൈറും ബർക്കത്തും സലാമത്തും സമാധാനവും ഒക്കെ നമുക്കെല്ലാവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നജസ് എന്ന് പറയുന്നത് ദുന്യാവിൽ വളരെ പരിമിതമായ ചില വസ്തുക്കളുള്ളൂ. അതുകൊണ്ടാണ് അത് എണ്ണി പറഞ്ഞത്. ആ എണ്ണി പറയപ്പെട്ട നിശ്ചിത വസ്തുക്കൾ വല്ലതും ആണെന്നുണ്ടെങ്കിൽ മാത്രം കഴുകിയാൽ മതി, അല്ലാത്തതൊക്കെ ത്വാഹിറാണ് എന്നാണ് ഹുക്മ്. മനസ്സിലായില്ലേ? ഈ വസ്വാസിനൊന്നും വാതിൽ തുറന്നു കൊടുക്കണ്ട. ഒരു കാര്യം ചോദിക്കുമ്പോ ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ഒരു സ്വഹാബി വന്നിട്ട് ചോദിച്ചു, ഹബീബായ നബിയെ, ഇഹ്റാമിൽ ഒരാൾ ഹജ്ജിനോ ഉംറക്കോ ഇഹ്റാം ചെയ്താൽ അവന് ഏത് വസ്ത്രമാണ് ധരിക്കാൻ പറ്റുക എന്ന് ചോദിച്ചു. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഇഹ്റാം ചെയ്താൽ തൊപ്പിടാൻ പാടില്ല, കുപ്പായിടാൻ പാടില്ല, കാലില് സോക്സും ഷൂവും ധരിക്കാൻ പാടില്ല. ഇപ്പൊ നിങ്ങൾക്ക് എന്ത് മനസ്സിലായി? ചോദിച്ചതിനല്ലല്ലോ മറുപടി പറഞ്ഞത്. കാരണം ചോദിച്ച ഏതാ ധരിക്കാന്ന, മറുപടി പറഞ്ഞതോ ധരിക്കാൻ പറ്റാത്തതാണ്. അതിന് മഹാന്മാരായ ഇമാമിങ്ങൾ വിശദീകരിച്ചത്, ഇഹ്റാമിലുള്ള ഒരു മനുഷ്യന് ഏത് വസ്ത്രവും ധരിക്കാം, സാധാരണ ധരിക്കാൻ പറ്റുന്ന ഏത് വസ്ത്രവും ധരിക്കാം. പക്ഷേ തൊപ്പി പോലത്തെ, കുപ്പായം പോലത്തെ, ഷൂ പോലത്തെ,
ചുറ്റിത്തുന്നപ്പെട്ടതും ഒരു പ്രത്യേക അവയവത്തിന് വേണ്ടി നിർമ്മിക്കപ്പെട്ട് അതിന്റെ സ്വാഭാവികമായി പിടിച്ചു നിൽക്കുന്നതുമായ വസ്ത്രം പാടില്ല, അത് കുറച്ചേ ഉള്ളൂ. അപ്പൊ കുറഞ്ഞ വസ്തുവായിട്ട് പറഞ്ഞാൽ ബാക്കിയുള്ള ഒക്കെ പറ്റുന്നതിന് മനസ്സിലാക്കാലോ എന്നതുപോലെയാണ് അള്ളാഹു ഈ ഭൂമിയിൽ പടച്ച വസ്തുക്കളൊക്കെ തോഹിറാണ്. എന്നാൽ കുറച്ച് ചില വസ്തുക്കൾ നജസുണ്ട്. അത് എണ്ണി പറയാനേ ഉള്ളൂ. അതുകൊണ്ട് അത് നമ്മൾ എണ്ണി പറഞ്ഞു. ഈ എണ്ണി പറഞ്ഞ ഏതെങ്കിലും ഒരു വസ്തുവാണെന്ന് ബോധ്യപ്പെട്ടാൽ അത് നജസാണ്. അല്ലാത്തോടത്തോളം ഒക്കെ തോഹിറാണെന്ന് വെച്ചാൽ മതി. ഒക്കെ അവൻ ഒസ്വാസിന് പോണ്ട. ഈ മുസ്തഫ സഖാഫി നമ്മളെ തന്നലായിരിക്കുന്നു വിചാരിക്കുന്നു. കൈപൊക്കി കാണുന്നുണ്ട്, പക്ഷേ അദ്ദേഹം മൈക്ക് എടുത്ത് കാണുന്നില്ല. ഒരു പക്ഷേ മൈക്ക് കിട്ടാഞ്ഞിട്ടാവാം. അതല്ലെങ്കിൽ നേരത്തെ കൈപൊക്കി ഇപ്പൊ എന്തോ ആവശ്യത്തിന് അങ്ങോട്ടോ പോയതാവാം. സ്ഥലത്തുണ്ടെങ്കിൽ മൈക്ക് എടുക്കട്ടെ, ഇല്ലെങ്കിൽ അടുത്ത ആൾ മൈക്ക് എടുത്തോളൂ. ഹലോ, അസ്സലാമു അലൈക്കും ഉസ്താദ്. വിഷയവുമായി ബന്ധപ്പെട്ടല്ല ഒരു ചോദ്യം. ഉസ്താദ്, ഈ ടാക്സിയൊക്കെ ഓടിക്കുന്ന ആൾക്കാർക്ക് പിന്നെ അമ്പലങ്ങളിലേക്ക്, ശബരിമല പോലുള്ള സ്ഥലങ്ങളിലേക്ക് ആളെ കൊണ്ട് ട്രിപ്പ് എടുക്കുന്നതിന്റെ വിധി എന്താണെന്നുള്ളത് അറിയാൻ വേണ്ടിയിട്ടായിരുന്നു. ശബരിമല, പഴശ്ശിമല അങ്ങനെയുള്ള ക്ഷേത്രങ്ങളിലേക്ക് ആളെ കൊണ്ടുപോകുന്നതിന്റെ വിധി എന്താണെന്നുള്ളത് അറിയാൻ വേണ്ടിയിട്ടായിരുന്നു. അത് മുസ്ലിങ്ങളായ നമ്മൾ ഒഴിവാക്കുകയാണ് വേണ്ടത്. മനസ്സിലായില്ലേ? കുഫ്രിയത്തിന്റെ, ഷിർക്കിന്റെ കേന്ദ്രങ്ങളിലേക്ക് ആ കുഫ്രിയത്ത് ഷിർക്കിന്റെ പ്രവൃത്തിക്ക് വേണ്ടി പോകുന്നു എന്ന് നമുക്ക് ഉറപ്പുള്ള ആളുകളെ അക്കാര്യത്തിന് സഹായിക്കാതിരിക്കുക എന്ന നിലക്ക് കാശ് നല്ലോണം കിട്ടുമെങ്കിലും അത് ഒഴിവാക്കുകയാണ് മുസ്ലിങ്ങളായ ഡ്രൈവർമാർ ചെയ്യേണ്ടത് എന്ന്. കാരണം എന്താ വെച്ചാല് അതിനും അല്ലാത്തതിനൊക്കെ സാധ്യത ഉണ്ട് എന്നുള്ളൊരു സാഹചര്യമാണെങ്കിൽ കുഴപ്പമില്ല. ഇനി അതല്ല, അതിനാണെന്ന് ഉറപ്പാ. ഇപ്പൊ നമ്മളെ നാട്ടിൽ നിന്നൊക്കെ ഉണ്ടത്, ഈ വണ്ടി വിളിച്ചിട്ട് മലക്കോ ശബരിമലക്കും മറ്റുമൊക്കെ പോവും. അപ്പൊ സാധാരണ ട്രിപ്പ് ഓടിയാൽ കിട്ടുന്നതിനേക്കാളും വലിയ പൈസ വാങ്ങുവനോട്. അപ്പൊ നല്ലൊരു സംഖ്യ വാങ്ങാന്നുള്ള നിലക്ക് അയിമല് ഈ വണ്ടിമ്മൽ തന്നെ കുറെ ഇതിന്റെ അടയാളങ്ങളും ചിലപ്പം ആണെങ്കിൽ ആ സ്വാമിന്റെ ചിത്രങ്ങളും ഒക്കെ ഒട്ടിക്കും. നമ്മക്ക് അതൊന്നും നോക്കേണ്ട ആവശ്യമില്ല, നമുക്ക് കാശ് കിട്ടിയാൽ മതിയല്ലോ എന്നുള്ള നിലക്ക് ഡ്രൈവർമാര് പോവും. എന്ന് തന്നെയല്ല, ചിലപ്പോ ഞാൻ അവിടെ എത്തുമ്പോ ബുദ്ധിമുട്ട് വേണ്ട എന്നുള്ള നിലക്ക് കൗത്തിന് വെറുതെ ഒരു കല്ലമാലടിച്ച് ഒരു കറുത്ത തുണി ഉടുപ്പിച്ച് കുപ്പായം കഴിപ്പിച്ച് കൊണ്ടുപോകും. ചിലപ്പോ കുപ്പായം ഇട്ടാലും മാല ഇട്ടുകാണ്ട് കറുപ്പൊടിപ്പിച്ച് കൊണ്ടുപോകും. അതൊന്നും മുഅ്മിനീങ്ങളായ നമുക്ക് ചേർന്നതല്ല. കുഫ്രിയത്തിന്റെ, ഷിർക്കിന്റെ നിഷിദ്ധമായ കാര്യത്തിന് വേണ്ടിയാണ് അത്തരം സ്ഥലങ്ങളിലേക്കാണ് പോകുന്നത്. അത്തരം ഉദ്ദേശം വെച്ചുകൊണ്ടാണെന്ന് ഉറപ്പുണ്ടാവുമ്പോൾ അത് തെറ്റിന് സഹായിക്കുക എന്ന നിലക്ക് മുഅ്മിനീങ്ങളായ നമ്മൾക്ക് അത് പാടില്ല, അത് ഒഴിവാക്കേണ്ടതാണ്. ഉസ്താദ്, വേറെ ആരും മൈക്ക് എടുത്ത് കണ്ടില്ല, അതുകൊണ്ട് എടുത്താണ്. ഉസ്താദ്, എനിക്ക് ചോദിക്കാനുള്ളത്, നമ്മുടെ ഇസ്ലാമിക നിയമം അനുസരിച്ചിട്ട്, അതായത് കോടതിയും നിയമങ്ങളും നിലനിൽക്കുന്ന ഒരു രാജ്യത്ത് നമ്മിപ്പോ ഒരാള് ഒരു മോഷണം നടത്താനായിട്ട് കണ്ടു, അതല്ലെങ്കിൽ അയാള് നിയമപരമായിട്ട് തെറ്റായ ഒരു കാര്യം നമ്മൾ ചെയ്യണ കണ്ടാല് എന്താണ് നമ്മുടെ അവിടെ ഇസ്ലാമികപരമായിട്ടുള്ള കടമ എന്താണെന്ന് ഉസ്താദ് പറഞ്ഞു. അതായത് അയാളെ കാണിച്ചു കൊടുക്കാമോ, അതെ അയാളോട് നല്ല രീതിയിൽ സംസാരിച്ചിട്ട് ഇനി അത് ആവർത്തിക്കാത്ത രീതിയിൽ വിടുകയാണോ വേണ്ടത്? എന്താണ് ഇസ്ലാമികമായിട്ട് ഒരു പൗരന്റെ ബാധ്യത അങ്ങനെയുള്ള കാര്യങ്ങളിൽ എന്താണെന്ന് ഉസ്താദ് പറഞ്ഞു തന്നെ. അസ്സലാമു അലൈക്കും. ഒരാള് വിഷയത്തിൽ നിന്ന് വിട്ടാ പിന്നെ അതിന്റെ തുടർന്ന് വരുന്നതൊക്കെ എവിടെയെങ്കിലും റോട്ടിന്റെ നടുക്കുന്നോ അതല്ലെങ്കിൽ സൂക്കിന്റെ ഉള്ളിൽ നോക്കുള്ള മസാലകൾ ഇക്കാരം പിന്നെ അങ്ങോട്ട് വരിക. ചോദിക്കണ്ടെന്നല്ല, ചിലപ്പോൾ അത് വല്ലാത്ത അലോസരവും അസ്വസ്ഥതയും ഉണ്ടാക്കുന്നുണ്ട്. മനസ്സിലായില്ലേ? കൂടാതെ കഴിയാത്ത നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ നമ്മൾ സ്വയം നന്നാകാൻ നോക്കുക. മനസ്സിലായില്ലേ? അംറും ബിൽ മഅറൂഫ് നഹ്യുൻ അനിൽ മുൻകർ എന്ന നിലക്ക് തെറ്റ് ചെയ്യുന്നത് കണ്ടാൽ അയാളെ ഉപദേശിച്ചു നോക്കുക. ഉപദേശിച്ചിട്ട് അയാൾ അതിൽ നിന്നിട്ട് പിന്മാറുമെങ്കിൽ അതാണ് ഏറെ നല്ലത്. ഉപദേശിക്കാൻ പറ്റാത്ത സാഹചര്യമാണ്, അതോടുകൂടി അദ്ദേഹത്തിന് ഈ വഴി മുന്നോട്ട് പോയാൽ ഒരു മുസ്ലിമായ മനുഷ്യന്റെ വസ്തു ധനം നഷ്ടപ്പെടും.
അത് വീണ്ടെടുക്കാൻ ഉത്തരവാദപ്പെട്ടയിടത്ത് വിവരം കൊടുക്കുകയല്ലാതെ മറ്റു മാർഗമില്ല എന്ന് കാണുന്ന സാഹചര്യത്തിൽ അതിന് ഉത്തരവാദപ്പെട്ട പോലീസിലോ അതുപോലെയുള്ള വകുപ്പുകളിലോ അറിയിക്കേണ്ട കടമയുണ്ട്. അങ്ങനെ ചെയ്യാവുന്നതാണ്. പക്ഷേ ഇസ്ലാമിക നിയമം അനുസരിച്ച് നമ്മളെ ഫിഖ്ഹിലൊക്കെ പറയുന്ന അനുസരിച്ചുള്ള കാര്യങ്ങൾ നടക്കുന്ന സ്ഥലം ദുന്യാവിൽ എവിടെയെങ്കിലും ഉണ്ടോ എന്ന് എനിക്കറിയില്ല. മനസ്സിലായില്ലേ? സാക്ഷി വിസ്തരിച്ച് ഇസ്ലാം ശരീഅത്തനുസരിച്ച് വിധിക്കുന്നതിന് പകരം ഈ കേറി വന്ന പോലീസുകാരൻ അല്ലെങ്കിൽ മുത്തവ്വ ഓന് തോന്നിയതനുസരിച്ച് അല്ലെങ്കിൽ ഈ ഒറ്റുകാരൻ പറഞ്ഞതനുസരിച്ച് എഴുതുകയും ഈ പ്രതിയെ അറസ്റ്റ് ചെയ്ത് നിർബന്ധിച്ച് ഭീഷണിപ്പെടുത്തി കടലാസിൽ ഒപ്പിടിക്കുകയും എന്നിട്ട് തഹ്ഖീഖ് എന്ന് പറഞ്ഞിട്ടൊരു ഓഫീസുണ്ട്, അതിലേക്ക് പറഞ്ഞയച്ചിട്ട് ഒന്ന് എന്താണ് വിഷയം എന്ന് അന്വേഷിക്കുക പോലും ചെയ്യാതെ ആ കടലാസിൽ ഇയാളെ കൊണ്ട് രണ്ടാമതൊന്ന് മേലൊപ്പിടിക്കുകയും ചെയ്തുകൊണ്ട് കോടതിയിൽ ഹാജരാക്കി ചിലപ്പോൾ ഇതൊന്ന് വായിച്ച് കേൾപ്പിച്ചെന്ന് വരും, ചിലപ്പോൾ വായിച്ച് കേൾപ്പിക്കുക പോലും ചെയ്യാതെ ഏകപക്ഷീയമായിട്ട് അവർ വിധി പറയും. ആ വിധിക്കനുസരിച്ച് അവർ ശിക്ഷ നടത്തുകയും ചെയ്യും. അപ്പൊ അതൊന്നും ഇസ്ലാമികമല്ല. ആ നിലക്ക് അതിനെ സഹായിക്കാൻ വേണ്ടി നമ്മൾ പോകുന്നത് നമ്മൾ അള്ളാഹിന്റെ അടുക്കൽ കുറ്റക്കാരാകാൻ ഇടവരും. മറിച്ച് നമുക്ക് പറ്റുമെങ്കിൽ ഉപദേശം നൽകി അയാളെ നന്നാക്കാൻ പറ്റുമെന്ന് ശ്രമിക്കുക. അതല്ലെങ്കിൽ ഇങ്ങനെ ഒരാളുടെ ഹക്ക് നഷ്ടപ്പെടുത്തുന്ന കളവ് പോലത്തെ കേസുകളാണെങ്കിൽ അത് വീണ്ടെടുക്കാൻ പറ്റുമെങ്കിൽ അങ്ങനെ ചെയ്യുക, ഇല്ലെങ്കിൽ അതിന്റെ വസൂലിങ്ങളെ അറിയിക്കുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. മുകളിലുള്ള ആൾക്കാർ ആരും എടുക്കുന്നില്ല ചോദ്യം ചോദിക്കാൻ, അതുകൊണ്ടാണ് ഞാൻ മൈക്കെടുത്തത്. സഹോദരങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക, വിഷയത്തിൽ ഒതുങ്ങിയ ചോദ്യങ്ങൾ ചോദിക്കാതെ തന്നെ ആൾക്കാർ ഇങ്ങനെ കാത്തുക്കുമോ കഴിവതെ നമ്മൾ ഇതിൽ ഒതുങ്ങിയ ചോദ്യങ്ങൾ തന്നെ ചോദിക്കുക, മറ്റുള്ളത് പിന്നെ സൗകര്യം പോണം ചോദിക്കാം. ഇൻഷാ അല്ലാഹ് ഉസ്താദേ, ഞാൻ ചോദിക്കാൻ വന്നത് നമ്മുടെ നാട്ടിലൊക്കെ ഈ വീടെടുക്കാനോ മറ്റോ പൂഴി കൊടുത്തിട്ടാൽ അതിൽ നായ കുത്തി മറിഞ്ഞുകൊണ്ട് നായ കാസ്റ്റിക്കൊക്കെ ചെയ്യും. അങ്ങനെ വന്നു കഴിഞ്ഞാൽ അത് എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്നാണ് ചോദിക്കാനുള്ളത്. പൂഴി കുറെ കഴിഞ്ഞിട്ട് വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ പൂഴി ഇറക്കിയിട്ടാൽ ആ പൂഴിയിൽ അങ്ങനെ കാണാറുണ്ട്. അപ്പൊ അതിനെന്തെങ്കിലും വിരോധം ഉണ്ടോ എന്നാണ് എന്റെ ചോദ്യം. ഞാൻ മൈക്കൂട്ടു. കാഷ്ടിക്കുക, അത് കാഷ്ടമുണ്ടെങ്കിൽ അതേതായാലും നജസാണല്ലോ. അത് സ്പർശിച്ച സ്ഥലം അത് നജസായിരിക്കാറ്, ബാക്കിയുള്ള ഒക്കെപാടപ്പം അതിന് കേടില്ല. ഈ കാഷ്ടം അതിൽ കൂടി കലർന്ന് എന്തായിട്ടുണ്ട്, കൂടി ഒന്നിച്ച് ആയി കലങ്ങിച്ചേർന്നിട്ടുണ്ടെങ്കിൽ അതായ സ്ഥലത്തുള്ള ആ മണൽ ഒഴിവാക്കേണ്ടി വരും. അതില്ല എങ്കിൽ ആ ഭാഗത്തുനിന്ന് കുറച്ച് ഒഴിവാക്കുകയോ അല്ലെങ്കിൽ കഴുകുകയോ ചെയ്താൽ നജസ്, ഈ അതിന് നജസാവുന്ന കാഷ്ടം കളഞ്ഞിട്ട് ഒന്നിരിക്കൽ അവിടെ മഞ്ഞ മണ്ണ് ഉപയോഗിക്കൊന്നും വേണ്ടി വരില്ല, മണ്ണിന്റെ അംശം അതിൽ തന്നെ ഉണ്ടാവും. അപ്പോ ഉണങ്ങിയ നജസാണെങ്കിൽ ആ നജസിന് എടുത്തു കളയാ, അല്ലാത്തതാണ് അതുമായിട്ട് കലർന്നുണ്ടെങ്കിൽ ആ കലർന്ന സ്ഥലത്തുള്ള അത്രയും ഭാഗം കൂടി എടുത്തു കളയാ. അത് നായല്ല, പൂച്ച സാധാരണ ചെയ്യുന്ന പണിയാണത്. ഈ മണല് കണ്ടാൽ അതിലൊന്ന് പാന്തിയിട്ട് മൂത്രിക്കുക, കാഷ്ടിക്കുക. അപ്പൊ ആ കാഷ്ടവുമായിട്ട് ചേർന്ന് നിൽക്കുന്ന സ്ഥലവും ഒഴിവാക്കിയാൽ ബാക്കിയുള്ളതിന് കുഴപ്പമുണ്ടാവില്ല. അസ്സലാമു അലൈക്കും. ഉസ്താദേ, ഇവിടെ നേരത്തെ സ്ത്രീകളെ ഉദാഹരണപ്പെടുത്തിയിട്ട് എന്ന് പറഞ്ഞെടുത്ത് ഇന്ന് സ്ത്രീകൾ സാധാരണ ഭക്ഷണം ഉണ്ടാക്കിയ പാത്രം അല്ലെങ്കിൽ കഴുകാനുള്ള പാത്രമൊക്കെ മുറ്റത്ത് കൊണ്ടിടും. എന്നിട്ട് ലാസ്റ്റ് അവസാനം വീട്ടിലുള്ള അടിച്ചുവാരെല്ലാം കഴിഞ്ഞിട്ടാണ് സാധാരണ പാത്രമൊക്കെ കഴുകാറുള്ളത്. ഈ ഭാഗത്തൊക്കെ നായികൾ സാധാരണ നടന്നു പോകുന്ന ഒരവസ്ഥയും ഉണ്ടാറുണ്ട്. അവിടെ എന്തായാലും ആ ഭക്ഷണാവശിഷ്ടങ്ങളൊക്കെ പാത്രത്തിലുള്ളത് കൊണ്ട് നായി ഒന്ന് തലയുണ്ടാതെ വെക്കുകയില്ല എന്നുള്ളതാണ് സാധാരണ. എന്നാൽ അവിടെ സംശയത്തിന്റെ മേൽ പിടിക്കണോ എല്ലാ ഉറപ്പിന്റെ മേൽ അതിപ്പോ കഴുകണോ വേണ്ടത് എന്നാണ് ചോദ്യം. പിന്നെ എന്താണ് നായ, പന്നി തൊട്ട് നയസായ അത് തൊട്ടാൽ മാത്രം 7 പ്രാവശ്യം ഇങ്ങനെ കഴുകാനുള്ള ഹിക്മത്ത് എന്താണെന്ന് അറിയണം. ആയിക്കോട്ടെ. അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം. അവിടെയൊക്കെ അസിലെടുത്താൽ മതി, ലാഹിർ എടുക്കേണ്ട ആവശ്യമില്ല. മനസ്സിലായില്ലേ? ഇങ്ങനെ പാത്രം
ഭക്ഷണം പാകം ചെയ്തയോ ഉപയോഗിച്ചയോ ഒക്കെ പാത്രം ഒന്നിച്ച് കഴുകാൻ വേണ്ടിയിട്ട് ചിലപ്പോൾ കഴുകുന്ന കൊട്ടത്തളം എന്നാണ് ഇവര് നാടൻ ഭാഷയെ പറയാ. ഈ കൊട്ടത്തളത്തേക്ക് അങ്ങോട്ട് എടുത്തു വെച്ച് അത് പുറത്ത് മുറ്റത്താ. അപ്പൊ അതിന്റെ പരിസരത്തൊക്കെ നായകൾ സാധാരണ വന്നും പോയി നിൽക്കുന്ന സ്ഥലവുമാണ്. അങ്ങനെ മറ്റ് അടിച്ചു വാരൽ തുടങ്ങിയ ഷോലുകളൊക്കെ കഴിഞ്ഞതിന് ശേഷം കയറി വന്ന് കഴുകാൻ നിൽക്കുമ്പോ അതിന്റെ പരിസരത്ത് എവിടെയോ നായെ കണ്ടു, അല്ലെങ്കിൽ അതിന്റെ അടുത്തുനിന്ന് നായ പോകുന്നത് കണ്ടു. അവിടെ ഒന്നും നായ തൊട്ടു എന്ന് മനസ്സിലാക്കി 7 വട്ടം കഴുകി ആ മണ്ണ് കലർത്തി കഴുകേണ്ടതൊന്നും യാതൊരു ആവശ്യമില്ല. യഖീനായെങ്കിൽ മാത്രമേ അത് നിർബന്ധമുള്ളൂ. കാരണം അസുല് ത്വഹാറത്താണ് പാത്രങ്ങളുടെതൊക്കെ. കൊട്ടത്തളം ആനെ അതില് അസുല് ത്വഹാറത്താണല്ലോ. ആ അസുലുമൽ എടുത്താൽ മതി. നായ അതിലൊക്കെ വരുന്നുണ്ട്, നായ അതിന്റെ അടുത്തുനിന്ന് പോകുന്നത് കണ്ടു എന്നത് കൊണ്ട് ചിലപ്പോൾ തലയിട്ടിരിക്കാൻ സാധ്യതയുണ്ട് എന്നത് ലന്നാണ്. ത്വഹാറത്തിന്റെ അസുലാവുന്ന യഖീനിനെ തലയിട്ടിരിക്കാൻ സാധ്യതയുണ്ടെന്ന് പറഞ്ഞാൽ ലന്നുകൊണ്ട് എന്ത് ചെയ്യാൻ പറ്റൂല, എന്ന് മാറ്റാൻ കഴിയില്ല. അതുകൊണ്ട് അവൾ എന്നെ അവഗണിക്കുക, അസുല് കൊണ്ട് അമൽ ചെയ്താൽ മതി. അപ്പൊ സാധാരണ പാത്രം കഴുകുന്നത് പോലെ കഴുകാം. അതേ സമയത്ത് ഒരിക്കൽ എന്ത് കണ്ടു, നായ തലയിട്ടതായി നേരിൽ കണ്ടു, എന്നാൽ അത് 7 വട്ടം കഴുകുകയാണ്. ആ കണ്ട പാത്രം 7 വട്ടം കഴുകണം. കാണാത്തോടത്തോളം സാധ്യത വെച്ച് അതിന് ഹുക്മ ചെയ്യേണ്ട ആവശ്യമില്ല. പിന്നെ 7ന്റെ ഹിക്മത്ത് എന്താണെന്ന് നമുക്ക് അങ്ങനെ പറയാൻ കഴിയില്ല. 7 വേണം എന്ന് നസ്സായിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞതാണ്. അതുകൊണ്ട് നമ്മൾ 7 ചെയ്യുന്നു. മണ്ണ് കലരണം എന്ന് പറഞ്ഞതും അതുപോലെ തന്നെയാണെങ്കിലും അത് ഇന്ന് വൈദ്യശാസ്ത്രമൊക്കെ ചില ഹിക്മത്തുകൾ പറയുന്നുണ്ട്. ഈ നായയുടെ വായിൽ നിന്നിട്ട് ഒരു പ്രത്യേക തരം ദ്രാവകമുണ്ടെന്നും അതിൽ കടുത്ത പലതരം രോഗാണുക്കളും ധാരാളമായി ഉണ്ടോ എന്നും അതിനെ നശിപ്പിക്കാൻ ഏറ്റവും പര്യാപ്തമായ വസ്തുവാണ് മണ്ണ് എന്നും. അപ്പൊ നായ തൊട്ട പാത്രം കഴുകുമ്പോൾ മണ്ണ് ഉപയോഗിക്കണമെന്ന് പറയാൻ കാരണം നായ സാധാരണ തലയിടറാണ് പാത്രങ്ങളിലൊക്കെ. അങ്ങനെ വരുമ്പം ഈ തലയിട്ട സ്ഥലത്ത് ഇതിൽ നിന്നുള്ള ധാരാളം രോഗാണുക്കളും മറ്റും വരാൻ സാധ്യതയുണ്ട്. അതിനെ നശിപ്പിക്കാൻ ചെലവില്ലാത്ത ഏറ്റവും നല്ലൊരു മാർഗമാണ് മണ്ണ് ഉപയോഗിക്കൽ. അപ്പൊ അതുകൊണ്ടായിരിക്കാം മണ്ണ് ഉപയോഗിക്കണം എന്ന് പറഞ്ഞത്. നായമൽ ഖിയാസാക്കിയേക്കാണ് പന്നിന്റെ ഹുക്മു ഷാഫി മദ്ഹബ്. അപ്പൊ അതിലും അങ്ങനെ ഹിക്മത്തുണ്ടാവാം എന്ന് മനസ്സിലാക്കുക. ഇനി ഈ ഹിക്മത്തൊന്നും ഇല്ലെങ്കിലും, അതായത് ഇപ്പോ കാര്യമായിട്ട് എന്തോ കീടനാശിനി ഉപയോഗിച്ച് കഴുകി, ഇപ്പൊ ഇങ്ങനെയുള്ള നായം പന്നിയും ഉൾപ്പെടെയുള്ള വസ്തുക്കളിൽ നിന്നിട്ടും പകരാൻ സാധ്യതയുള്ള രോഗാണുക്കളെ നശിപ്പിക്കാൻ പ്രാപ്തിയുള്ള ശക്തമായ വല്ല കീടനാശിനിയും ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ആ പാത്രം കഴുകിയാലും എന്തു വേണം, മണ്ണ് ഉപയോഗിക്കണം. അപ്പോ ഹിക്മത്ത് യഥാർത്ഥത്തിൽ അതാവാം, അല്ലാതിരിക്കാം. ആ ഹിക്മത്ത് നോക്കിയിട്ടല്ല വിധി വരുന്നത്. വിധി മണ്ണ് ഉപയോഗിക്കണം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞപ്പോൾ മണ്ണ് ഉപയോഗിക്കണം. ഇങ്ങനൊരു യുക്തി അതിന്റെ പിന്നിൽ ഉണ്ടാവാം. 7ന്റെ യുക്തി എന്താണ് എന്ന് മനസ്സിലായിട്ടില്ല. ഇമാമിങ്ങൾ എവിടെയെങ്കിലുമൊക്കെ പറഞ്ഞു കാണും, എനിക്ക് മനസ്സിലായിട്ടില്ല. ഏതായാലും നെസ് 7 കഴുകാൻ പറഞ്ഞത് കൊണ്ട് ആ 7 നമ്മൾ കഴുകുന്നു എന്ന് മാത്രം. ഹലോ, അസ്സലാമു അലൈക്കും ഉസ്താദേ. ജുമാന്റെ സുന്നത്തായ കുളി, ആ കുളിക്ക് മറ്റേ ഫർദ് നിസ്കാരത്തിന്റെ അല്ല ഫർദ് കുളിന്റെ അതേ വിദ്യയാണ് ഉസ്താദ്? ശരീരം മുഴുവനും വെള്ളം എത്തണമെന്നുണ്ടോ? കിട്ടും. അസ്സലാമു അലൈക്കും. വഅലൈക്കും അസ്സലാം. സുന്നത്തായ ജുമാന്റെ കുളി, പെരുന്നാളിന്റെ കുളി, ഇഹ്റാം ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കുളി തുടങ്ങിയ കുളികൾക്ക് ഫർളായ കുളിന്റെ വിധി തന്നെയാണ്. എന്ന് പറഞ്ഞാൽ ഫർളായ കുളിക്ക് ഉപയോഗിക്കുന്ന തൊഹൂറായ വെള്ളം കൊണ്ട് തന്നെ വേണം സുന്നത്തായ കുളികളും കുളിക്കാൻ. ഫർളായ കുളികൾക്ക് ഫർള് വീടണമെങ്കിൽ നിയ്യത്ത് വേണം എന്നതുപോലെ സുന്നത്തായ കുളി കൊണ്ടുള്ള സുന്നത്ത് കിട്ടണമെങ്കിൽ നിയ്യത്ത് വേണം. അതുപോലെ തന്നെ കുളിയുടെ സുന്നത്ത് ലഭിക്കണമെങ്കിൽ, ഫർള് ലഭിക്കണമെങ്കിൽ ശരീരം മുഴുവനും തൊഹൂറായ വെള്ളം ഒരു പ്രാവശ്യം എത്തണം എന്നതുപോലെ കുളിയുടെ സുന്നത്ത് കിട്ടണമെങ്കിൽ ശരീരത്തിൽ പ്രത്യക്ഷമായ ഭാഗത്തൊക്കെ ഒരു പ്രാവശ്യം വെള്ളം എത്തണം. ഇപ്പൊ ഈ വിഷയത്തിലൊക്കെ സുന്നത്തായ കുളിയും ഫർളായ കുളിയും തമ്മില്ല. പക്ഷേ സുന്നത്തായ കുളി ഷർത്തൊക്കെ ഒത്താൽ സുന്നത്തിന്റെ കൂലി കിട്ടും, അതില്ല ഞാൻ കൂലി കിട്ടൂലെന്നേ ഉള്ളൂ. ഫർളായ കുളിയാണെങ്കിൽ നമ്മളെ ഫർള് വിടൂല ഷർത്തൊക്കെ കഴിഞ്ഞാൽ, അപ്പോ നിസ്കാരം പോലെയുള്ള കാര്യം സഹിയാവൂല. സുന്നത്തായ കുളിക്ക് അതില്ല മാത്രം.
മറ്റുള്ള വിഷയം വെള്ളം തൊഹൂറായിരിക്കണം, ശരീരത്തിൽ മുഴുവൻ എത്തണം, നിയ്യത്ത് വേണം തുടങ്ങിയ കാര്യങ്ങളൊക്കെ സുന്നത്തായ കുളി ഫർളായ കുളി പോലെ തന്നെയാണ്. മുകളിലുള്ളവരെന്താ ആരും മൈക്കെടുക്കാത്തത്? എന്നിട്ട് ആളുകൾ ബേക്കുന്ന നിർബന്ധിതരാകുകയാണ് ചാടാൻ. മറ്റുള്ളവരെ ചാടിക്കാതെ ആ ക്രമത്തിൽ നിൽക്കുന്ന ആളുകൾ എന്താണ് VMS ആരാ മുകളിലുള്ളവരെ എടുക്കുന്നില്ലെങ്കിൽ അവരെ മെല്ലെ താഴെ എടുക്കുക. ഓരോ അവിടെ സ്ഥലത്തുണ്ടെങ്കിൽ രണ്ടാമത് കൈപൊക്കി വന്നോട്ടെ, എന്നാ തർത്തീബ് അനുസരിച്ച് എടുക്കാലോ. ചിലപ്പോ ബാങ്ക് കൊടുക്കാനൊക്കെ ആയ സമയം, ഇപ്പൊ നിസ്കാരത്തിന് സമയം UAE-യിലുള്ളവരാണെങ്കിൽ ഓരോ നിസ്കരിക്കാൻ പോയിട്ടുണ്ടാവും. നേരത്തെ നിസ്കരിക്കാൻ പോണതിന് മുമ്പ് കൈയൊക്കിയത് ഇക്കാരം പോകുന്ന സമയത്ത് കൈതാത്താൻ മറന്നിട്ടും ഉണ്ടാവും. അപ്പൊ അവിടെ ഒരു തടസ്സാകണ്ട, ബാക്കിയുള്ളവരെടുത്തോളി. അസ്സലാമു അലൈക്കും. ഉസ്താദെ, രാവിലെ വീട്ടിൽ നിന്ന് നമ്മ വസ്ത്രം ധരിച്ചിറങ്ങി, പുതിയ വസ്ത്രം ധരിച്ച് ഇറങ്ങി, വൈകിട്ട് നമ്മ വീട്ടിൽ ചെന്നിട്ട് നമ്മ മഗ്‌രിബിന് ശേഷമാണ് വീട്ടിലെത്തണത്. അപ്പോ അടിവസ്ത്രം ഊരിയപ്പോഴും അടിവസ്ത്രത്തിൽ നജസ് കണ്ടു കഴിഞ്ഞാല് നമ്മ അതിനിടയിൽ നിസ്കരിച്ച നിസ്കാരത്തിന്റെ വിധി എന്താണെന്നാണ് അറിയേണ്ടത്. അതായത് ളുഹറും അസറും മഗ്‌രിബും നിസ്കരിച്ചു കഴിഞ്ഞ് ആ വസ്ത്രം ധരിച്ച് നിസ്കരിച്ചു കഴിഞ്ഞിട്ടാണ് വീട്ടിലെത്തിയത്. അപ്പൊ ആ നിസ്കാരങ്ങളുടെ വിധി എന്താണെന്ന് ഉസ്താദ് പറഞ്ഞു തരണം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി. രാവിലെ വീട്ടിൽ നിന്നും വസ്ത്രം ധരിച്ച് പുറത്തിറങ്ങി, അപ്പൊ നജസ്സൊന്നും ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല. പിന്നെ വൈകുന്നേരം മഗ്‌രിബിന്റെ ശേഷമാണ് വീട്ടിലേക്ക് തിരിച്ചെത്തുന്നത്. വീട്ടിൽ വന്ന് വസ്ത്രം അഴിച്ചു മാറ്റിയപ്പോൾ ബനിയനിലോ അതല്ലെങ്കിൽ അടിവസ്ത്രത്തിലോ ഒക്കെ നജസ് കണ്ടു. ഇവിടെ ചിന്തിക്കേണ്ടത്, ഈ നജസ് പിന്നീട് ഇടക്ക് വന്നതാവാൻ സാധ്യതയുണ്ടെങ്കിൽ, ഉദാഹരണം പറഞ്ഞാല് ഈ രക്തോ അതല്ലെങ്കിൽ മൂത്രോ അല്ലെങ്കിൽ മതിയോ പോലത്തെ നജസാണ്, ഉച്ചക്കോ അസറിനോ മഗ്‌രിബിനൊക്കെ മൂത്രമൊഴിക്കാൻ പോയപ്പോ ആകാനും സാധ്യതയുണ്ട്, അല്ല മുമ്പുള്ളതാകാനും സാധ്യതയുണ്ട്. ഇങ്ങനെയാണെങ്കിൽ ഏറ്റവും അവസാനം നിസ്കരിച്ച നിസ്കാരം ഏതാണോ, ഇപ്പൊ മഗ്‌രിബാണെങ്കിൽ ആ മഗ്‌രിബ് രണ്ടാമത് മടക്കി നിസ്കരിക്കൽ വുജൂബാണ്. എന്നാൽ നേരത്തെ തന്നെ ഉള്ളതാവാൻ സാധ്യത ഉള്ളത് കൊണ്ട് ളുഹറും അസറും കൂടി മടക്കി നിസ്കരിക്കൽ സുന്നത്താണ്. ഇനി അങ്ങനെയല്ല, ഇടക്കായിരിക്കാൻ സാധ്യത കാണുന്നില്ല, അപ്പോ അത് നേരത്തെ തന്നെ ഉള്ളതാണ് എന്ന് വന്നാൽ ളുഹർ മുതൽക്കുള്ളത് മടക്കി നിസ്കരിക്കൽ വുജൂബുമാണ്. അത് നല്ല മനസ്സിലാക്കുക. ഈ കണ്ട നജസ് നേരത്തെ തന്നെ ഉള്ളതാണെന്ന് ഇപ്പോഴാ മനസ്സിലാണ്. മഗ്‌രിബിന് ശേഷം വീട്ടിലെത്തി വസ്ത്രം അഴിച്ചപ്പോൾ നജസ് കണ്ടു, പക്ഷെ ഈ നജസ് നേരത്തെ തന്നെ ഉള്ളതാണ് എന്ന് അവന് ബോധ്യപ്പെട്ടു. എന്നാൽ ഈ വസ്ത്രം ധരിച്ചതിന് ശേഷം നിസ്കരിച്ച ളുഹറും അസറും മഗ്‌രിബും എല്ലാം മടക്കി നിസ്കരിക്കൽ വുജൂബാ. അങ്ങനെയല്ല, മുമ്പുള്ളതും ആവാം പിന്നീട് ആയതും ആവാം, അങ്ങനെ സാധ്യതയുണ്ട്. ഇങ്ങനത്തെ സാഹചര്യത്തിൽ ഏറ്റവും അവസാനം എപ്പോഴാണ് ഈ നജസായിരിക്കാൻ സാധ്യത? അതിന്റെ ശേഷമുള്ള നിസ്കാരം മടക്കൽ വുജൂബ്. അതിന് പറഞ്ഞാൽ മഗ്‌രിബ് എന്തായാലും മടക്കൽ വുജൂബ്, കാരണം അവസാനം നിസ്കരിച്ച നിസ്കാരമാണ്, അതിന്റെ തൊട്ട് മുമ്പുണ്ട് എന്ന് എന്തായാലും ഉറപ്പാണ്. എന്നാൽ ചിലപ്പോൾ ളുഹറിന്റെ മുമ്പും ആവാം അസറിന്റെ മുമ്പും ആവാം എന്ന സാധ്യതയുള്ളത് കൊണ്ട് അത് രണ്ടും കൂടി മടക്കി നിസ്കരിക്കൽ സുന്നത്തുമാണ്. അതേ സമയത്ത് നജസ് നേരത്തെ തന്നെ ഉള്ളതാണ്, പക്ഷെ നമ്മൾ ശ്രദ്ധയപ്പെടാതെ പോയതാണ്. രണ്ടാമത് വൈകുന്നേരം വന്ന് അഴിച്ചപ്പോഴാണ് നജസ് കണ്ടത്. കണ്ടപ്പോൾ തന്നെ നമുക്ക് ഉറപ്പാണ് ഇത് നേരത്തെ ആയതാണ്. എന്നാ പിന്നെ നിസ്കാരം മുഴുവനും മടക്കണം, നിർബന്ധം. അപ്പോ ഈ നിസ്കാര സമയത്ത് ഈ നജസ് ഉണ്ടായിരുന്നു എന്ന് ഉറപ്പുള്ളത് ആണെങ്കിൽ ആ നിസ്കാരം മടക്കണം. സാധ്യതയാണെങ്കിൽ ആ സാധ്യതയുള്ള മടക്കൽ സുന്നത്താണ്, ഉറപ്പുള്ളത് മടക്കൽ വുജൂബുമാണ്. ഓക്കെ. നേരത്തെ ഈസിയായി പോയതാണ്, അതുകൊണ്ട് അടിയിലായി പോയതാ. പുസ്തകം എനിക്ക് ചോദിക്കാനുള്ളത്, നമ്മളെ വീട്ടിൽ ഉള്ള റൂം, ആ റൂമിൽ നിസ്കരിക്കാൻ വേണ്ടി പ്രത്യേകം സൗകര്യപ്പെടുത്തി അതിനെ പള്ളിയാക്കിയതിനെ കുറിച്ചുള്ള ഒരു വിവരമാണ് എൻ്റെ ഒരു സ്നേഹിതൻ പറഞ്ഞതാണ്. അപ്പൊ അവിടെ കാർപ്പറ്റ് വിരിച്ചു, ആ കാർപ്പറ്റ് വിരിച്ച ആ കാർപ്പറ്റിനെ മാത്രം അദ്ദേഹം പള്ളിയായി വഖഫ് ചെയ്തു എന്ന് പറഞ്ഞു. അതുകൊണ്ട് പിന്നെയുള്ള ഗുണവും
ദോഷവും എന്ന് ഉസ്താദ് പറഞ്ഞു തന്നാൽ തിരക്കില്ലായിരുന്നു. പള്ളിയാണെങ്കിൽ കുറെ ഗുണങ്ങൾ ഉണ്ടാവും. പക്ഷെ വീട്ടിലാവുന്ന സമയത്ത് തന്നെ കാർപ്പറ്റ് നശിക്കുകയോ മറ്റോ ചെയ്താൽ ആ പള്ളിയുടെ കുടുംബത്തിന് അതെങ്ങനെയാണ് അത് ബാധിക്കുക എന്നുള്ളതിനെ കുറിച്ചൊന്ന് ഉസ്താദ് കൃത്യമായി പറഞ്ഞു. അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം. അത് നമ്മളിവിടെ പല പ്രാവശ്യം വിശദമായി പറഞ്ഞതാണ്. നിങ്ങളത് കേട്ടിട്ടുണ്ടായിരിക്കില്ല, സാരില്ല, ഒന്നുകൂടി പറയാം. വീട്ടിലെ ഒരു പ്രത്യേക റൂം സൗകര്യപ്പെടുത്തി അതിൽ കാർപ്പറ്റ് വിരിച്ചാ പോരാ, അത് പ്രത്യേകം മനസ്സിലാക്കുക. ഒരു പക്ഷേ ആണി അടിച്ചുറപ്പിക്കണം, അതല്ലെങ്കിൽ പശ തേച്ചൊട്ടിക്കണം. അതായത് കൊണ്ടടക്കാൻ പറ്റുന്ന അവസ്ഥ ഉണ്ടാവരുത്. അവിടെ ഉറപ്പിച്ച് ആണിയടിച്ചുകൊണ്ടോ അതല്ലെങ്കിൽ പശ തേച്ചൊട്ടിച്ചുകൊണ്ടോ ഉറപ്പിച്ചിട്ട് ഈ കാർപ്പറ്റ് ഞാൻ പള്ളിയായി വഖഫ് ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ അത് വഖഫായി. അപ്പൊ പള്ളിന്റെ എല്ലാ വിധിയും അതിന് വരും. അപ്പൊ അത് അടച്ചിട്ട് ഭദ്രമായി സൂക്ഷിക്കണം. ചെറിയ കുഞ്ഞുങ്ങൾ കയറി മൂത്രിക്കുക, കാഷ്ടിക്കുക പോലത്തെ കാര്യങ്ങൾ വരാതിരിക്കാൻ സൂക്ഷിക്കണം. ഹൈള് നിഫാസ് എന്നുള്ള ഉള്ള സമയത്ത് സ്ത്രീകൾ അതിനനുസരിച്ച് പ്രവേശിക്കാൻ പാടില്ല എന്നതൊക്കെ സൂക്ഷിക്കേണ്ട കാര്യങ്ങളായതുപോലെ എത്തിക്കാഫിന് നിയ്യത്ത് ചെയ്താൽ പള്ളിയിൽ എത്തിക്കാഫ് ചെയ്തിരിക്കുന്ന കൂലി കിട്ടും. അതിൽ കയറിയാൽ തഹിയ്യത്തിന്റെ സുന്നത്ത് നിസ്കരിക്കാം, തഹിയ്യത്തിന്റെ കൂലി കിട്ടും, പള്ളിയിൽ നിന്ന് നിസ്കരിക്കുന്ന പ്രതിഫലം കിട്ടും, ഒക്കെ കിട്ടും. പിന്നെ പ്രശ്നം എന്താന്ന് വെച്ചാൽ ഈ കാർപ്പറ്റ് പഴകി എന്നാൽ അത് ഇനി ഉപയോഗിക്കാൻ പറ്റാത്ത നിലക്കായിട്ടുണ്ടെങ്കിൽ അത് അവിടെ നിന്ന് പറിച്ച് എടുത്തിട്ട് ഒന്നിരിക്കൽ ചുട്ടുകളയാ, അതല്ലെങ്കിൽ മണ്ണിന്റെ അടിയിൽ എവിടെയെങ്കിലും കുഴിച്ചു മൂടാം. രണ്ടും ചെയ്യാൻ യാതൊരു കുഴപ്പമില്ല. ഇനി മാർബിളോ ടൈൽസോ പോലത്തെ അതും ഇങ്ങനെ ചെയ്യാം. ഈ റൂമിന്റെ അകത്ത് പ്രത്യേക സൈസ് ടൈൽസ് പതിച്ചു, അതല്ലെങ്കിൽ മാർബിൾ പതിച്ചു, എന്നിട്ട് ഇയാൾ വഖഫ് ചെയ്യുന്നതാണ് ഈ റൂമിൽ ഈ പതിച്ച അടയാളപ്പെടുത്തിയ ഈ റൂമിന്റെ ഉള്ളിലുള്ള ഈ ടൈൽസ് ഞാൻ പള്ളിയായി വഖഫ് ചെയ്തു. ഇനി ആ ടൈൽസിന് പള്ളിന്റെ എല്ലാ ഹുക്കുമും ഉണ്ട്. ജനാപത്തുകാരവിടെ കയറി ഇരിക്കാൻ പാടില്ല, ഹൈദു നിഫാസ് ഉള്ള സമയത്ത് കയറാൻ പാടില്ല, കുട്ടികൾ കയറി കാശിക്കുകയോ മൂത്രിക്കുകയോ ചെയ്യുന്ന അവസ്ഥ ഉണ്ടാവാൻ പാടില്ല. ഈത്തിക്കാഫിന്റെ കൂലി കിട്ടും, തയ്യത്ത് സ്കരിച്ച കൂലി കിട്ടും, ഒക്കെ കിട്ടും. ഇനി അത് പൊളിക്കേണ്ടി വന്നാലോ ആ മാർബിള് അല്ലെങ്കിൽ ആ ടൈൽസ് മാത്രം പൊളിച്ചെടുത്തിട്ട് പുറത്ത് അവിടെയും ഇവിടെ നെസ്സരും മറ്റൊരു ആകാതിരിക്കാൻ വേണ്ടി വല്ല പൊട്ടക്കിണറ്റിലോ മറ്റോ ഇട്ടിട്ട് മൂടി കളയാം. ഇങ്ങനെ ചെയ്യാം. ഇങ്ങനെ ചെയ്താൽ പള്ളിന്റെ ഹുർമത്തുണ്ട്, സൂക്ഷിക്കണം. ഉപയോഗശൂന്യമാവുമ്പോൾ പുറത്ത് നിന്ദിക്കപ്പെടുന്ന നിലക്ക് അവിടെ ഇടാതെ കാർപ്പറ്റ് പോലത്താണെങ്കിൽ കത്തിച്ച് കളയുക. ഇങ്ങനത്തെ ടൈൽസ് പോലത്തതാണെങ്കിൽ ഉപയോഗിക്കാൻ പറ്റാത്ത ഏതെങ്കിലും വല്ല പൊട്ടക്കെറ്റിലോ കുഴിയിലോ കൊണ്ടുപോയിട്ടിട്ട് മൂടുക, മണ്ണിനടിയിലിട്ട്. എന്നാൽ ബാക്കിയുള്ള സ്ഥലം അപ്പോഴും സാധാരണ സ്ഥലമായിരിക്കും, പള്ളി നോക്കുമുണ്ടാവില്ല. ഓക്കെ, അത് പല പ്രാവശ്യം അതിന്റെ വിശദമായി അതിന്റെ ഹദീസും തെളിവുകളും ഒക്കെ പറഞ്ഞ മുമ്പ് പറഞ്ഞതാണ്. അതുകൊണ്ട് കൂടുതൽ വിശദീകരിക്കുന്നില്ല. ഇപ്പൊ പറഞ്ഞുകൊണ്ട് തന്നെ മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കും. ഇപ്പത്തെ കാർപ്പറ്റിന്റെ അന്ന് ആ വിഷയം വിശദീകരിച്ചെടുത്ത് അന്ന് കുഴിച്ചുമൂടുന്നതും കത്തിച്ചിരുന്ന വിഷയം ഒന്നും പറഞ്ഞില്ല. അതുകൊണ്ടാണ് സ്ഥാനം വീട്ടിൽ വന്ന് ഞാൻ ആ മസാല ചോദിച്ചത്. ഇപ്പൊ സ്ഥാനം മങ്കൂലായതുകൊണ്ട് അതിന്റെ സ്ഥാനം നീങ്ങുന്നാണ് പറഞ്ഞത്. ഇപ്പൊ ഒന്നും കൂടെ വ്യക്തമായി. എന്റെ ചോദ്യം, ഒരു കിണർ ഒരുപാട് കാലം മുമ്പ് ആ കിണറിൽ ഒരു നായോ പന്നി വീണു. ഇപ്പൊ അങ്ങനെ സംഭവിച്ച് നടക്കുന്നുണ്ട് കിണർ നമ്മളടുത്ത്. അത് വെള്ളം കിട്ടാത്തതുകൊണ്ട് കുഴൽക്കിണർ വയ്ക്കാൻ വേണ്ടി നിൽക്കുകയാണ്. അപ്പൊ കുറച്ചു കാലം മുമ്പ് അതിൽ നായ ഒരു പന്നി വീണ്ടും ചത്തിട്ടുണ്ട്. എന്നിപ്പോ നിങ്ങളെ വിശ്വാസമാണല്ലോ, അത് പിന്നെ എന്ത് ചെയ്യണമെന്ന് കിണർ ഒഴിക്കുമ്പോൾ അത് ആ വെള്ളം ആയതിനു ശേഷം ഒരു മറിക്കുകയോ മറ്റെന്തും ചെയ്യണോ? അതിന്റെ ശേഷം ഒരുപാട് ഇപ്പൊ 5-6 വർഷം ആയത്. അത് എന്ത് ചെയ്യണമെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. ആയിക്കോട്ടെ, അസ്സലാമു അലൈക്കും. പന്നി വീണ് ചത്തൊരു കിണറ്, പന്നിയില്ലല്ലോ, പന്നിനെടുത്ത് ഒഴിവാക്കിയില്ലേ, വീണിരുന്നു എന്നതുകൊണ്ട് ഒരു കുഴപ്പമില്ല. അതിന്റെ ശരീരത്തിന്റെ അവശിഷ്ടങ്ങൾ, ഉദാഹരണം രോമം, എല്ല് പോലത്തത് വല്ലതും ബാക്കിയുണ്ടെങ്കിൽ അതെടുത്ത് കളയുക, അത്ര മതി. പിന്നെ അതിൽ വെള്ളം ഉണ്ടായാൽ 2 കൊല്ലത്ത് വെള്ളം ഉണ്ടായാൽ
കുഴപ്പമൊന്നുമില്ലാണല്ലോ, പകർച്ചയില്ലാത്തടത്തോളം നജസല്ല. ഇനി അതിൽ കിണറടിക്കുകയാണെങ്കിലും ഒരു കുഴപ്പമില്ല. രണ്ടാമത് ആ മണ്ണ് മൂടി അല്ലെങ്കിൽ മണ്ണായിരം കോരി കളയേണ്ടൊന്നും ആവശ്യമില്ല. വീണ് ചത്തു, വെള്ളമുള്ളപ്പോഴാണ് വീണ് ചത്തത് എങ്കിൽ ആ വെള്ളം 2 കൊല്ലത്തുണ്ടെങ്കിൽ പകർച്ചയില്ലെങ്കിൽ അപ്പൊ തന്നെ തോഹറാണ്, പിന്നൊരു കുഴപ്പമില്ല. വെള്ളം ഇല്ലാത്ത സമയത്താണ് വീണത് എന്നാ പിന്നെ അതിന്റെ തടി ഉണ്ടെങ്കിൽ, തടി അവിടെ ഉണ്ടാവില്ലല്ലോ, എടുത്ത് കളഞ്ഞില്ലേ, തടി അല്ല കളഞ്ഞിട്ടില്ല, എന്നാലും നോക്കുക, അപ്പൊ അവിടെ ഇറങ്ങി നോക്കുക, അതിന്റെ രോമോ എല്ലോ മറ്റോ ഒക്കെ ഉണ്ടെങ്കിൽ അത് എടുത്ത് കളയാം. അതുപോലെ തന്നെ ഇത് കലർന്ന് ചേർന്നിട്ടുണ്ടെന്നൊരു ഉറപ്പുള്ള മണ്ണുണ്ടെങ്കിൽ ആ മണ്ണ്, അതുമായിട്ട് കലർന്ന മണ്ണ് അതും എടുത്ത് കളയാം. ബാക്കിയുള്ളതിനൊന്നും ഒരു കുഴപ്പമില്ല. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. കേൾക്കുന്നുണ്ടോ? അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. കേൾക്കുന്നുണ്ടോ? സാർ, എനിക്കൊരു സംശയം. നമ്മളോട് ബന്ധപ്പെട്ട ആരെങ്കിലും നമ്മളെ മാനസികമായിട്ട് ശക്തമായി മുറിവേൽപ്പിച്ച വാക്കുകളോ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ അവരോട് കൂടുതൽ കാലം ഫോൺ വിളിക്കാതെയോ അങ്ങനെ നിൽക്കുന്നത് കുടുംബബന്ധം മുറിക്കുന്ന ഗണത്തിൽ പെടുമോ? കുടുംബബന്ധം മുറിക്കുക എന്നുള്ളത് ഏത് അവസ്ഥയിലാണ് എന്നൊരു സംശയം ഉണ്ടായിരുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. നമ്മെ മനസ്സിനെ മുറിവേൽപ്പിച്ച് വിഷമിപ്പിച്ച നമ്മളൊരു കുടുംബക്കാരൻ, അവനുമായി 3 ദിവസം വരെയൊക്കെ മുണ്ടാതെ നിൽക്കാനുള്ള അനുവാദമുണ്ട്. അതിന്റെ അപ്പുറം അതിന്റെ പേരിൽ മിണ്ടാതെ നിൽക്കാൻ പാടില്ല. മനസ്സിലായില്ലേ? 3 ദിവസം വരെ ഓക്കെയാണ്. 3 ദിവസം കഴിഞ്ഞാൽ മാലേഷ് നമ്മളൊക്കെ മരിച്ചു പോകാനുള്ള തടിയാണ്. അവര് നമ്മളോട് തെറ്റ് ചെയ്തു എന്ന് കരുതിയിട്ട് നമ്മൾ അങ്ങോട്ട് തെറ്റ്. പണ്ട് പേരോട് ഉസ്താദ് അറിയുമ്പോ പറയലുണ്ട്, കല്യാണത്തിന് വിളിക്കാത്തോടത്ത് കല്യാണത്തിന് ചെന്നുകാണ്ട് ചങ്ങായി പറഞ്ഞു, ഇജോ വിളിക്കാത്ത അമുക്കായി, ഞാൻ വരാത്ത അമുക്കാണ്ടല്ലോ എന്ന് കരുതി വന്നതാണ് പറഞ്ഞു. എന്നതുപോലെ ഓനോ നമ്മളെ പിണക്കി, നമ്മൾ അങ്ങോട്ട് പിണങ്ങിക്കണ്ടാൻ. ഈ കുടുംബബന്ധം മുറിക്കുന്നതിന്റെ വിധി സാധാരണഗതിയിൽ നാം ചെയ്തുകൊണ്ടിരുന്ന ബന്ധത്തിന് ഭംഗം വരുമ്പോഴാണ് കുടുംബബന്ധം മുറിക്കുക എന്ന വിധി കയറി വരുന്നത്. അതായത് പണ്ട് തന്നെ നമ്മൾ തമ്മിൽ പ്രത്യേകിച്ച് ലോഗ്യമില്ല അലോഗ്യമില്ല, ഫോൺ ചെയ്യലും ഇല്ല, അല്ലാത്ത ബന്ധവുമില്ല. എന്നാ അപ്പോഴും അങ്ങനെ നിൽക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല. അതേ സമയത്ത് മുമ്പ് ആഴ്ചയിൽ ഒരിക്കൽ വിളിക്കുന്ന ആളാ, അങ്ങനത്തെ ഒരു ബന്ധക്കാരനോട് നമ്മളൊരു പെങ്ങളുണ്ട്, ആഴ്ചയിൽ ഒരിക്കൽ വിളിക്കലുണ്ടായിരുന്നു. ഇപ്പൊ ഇങ്ങനെ എന്തോ ഒരു പൊറുതിയോട് തോന്നിയതിനു ശേഷം 1 മാസമായിട്ട് അല്ലെങ്കിൽ 3 മാസമായിട്ട് വിളിച്ചിട്ടില്ല, എന്നാൽ അത് കുടുംബബന്ധം മുറിക്കലാണ്. മാസത്തിൽ ഒരിക്കൽ വിളിക്കുന്ന ആളായിരുന്നു, ഇപ്പൊ നമ്മൾക്ക് ഈ പൊറുതിയോട് വന്നതിന് ശേഷം 1 മാസമല്ല 3 മാസമായിട്ടും വിളിച്ചിട്ടില്ല, എന്നാൽ അത് കുടുംബബന്ധം മുറിക്കലാവുന്നു. സാധാരണ മാസത്തിൽ ഒരിക്കൽ പോയി വരും. ഇപ്പോൾ ഇങ്ങനെ എന്തോ സന്തോഷക്കുറവ് തോന്നിയതിന് ശേഷം 3 മാസമായിട്ട് പോയിട്ടില്ല, എന്നാൽ അത് കുടുംബബന്ധം മുറിക്കലായിട്ട് വരും. അപ്പൊ നേരത്തെ നിലവിലുണ്ടായിരുന്ന പരസ്പര ബന്ധം, അത് സലാം പറഞ്ഞേക്കലാകാം, ഫോൺ ചെയ്യലാകാം, പോക്ക് വരവാകാം, സഹായ സഹകരണങ്ങളാവാം, എന്താണോ മുമ്പ് നിലവിലുണ്ടായിരുന്നത് എങ്കിൽ എന്തെങ്കിലും അസ്വസ്ഥതയുടെ പൊറുതികേടിന്റെ പേരിൽ അത് നിർത്തിവെക്കലാണ് യഥാർത്ഥത്തിൽ കുടുംബബന്ധം മുറിക്കുക എന്ന് പറയുന്നത്. എന്നാൽ കുടുംബബന്ധം മുറിക്കൽ വൻദോഷമാണ്. കുടുംബബന്ധം ചേർക്കലാണെങ്കിലോ ഒരു മനുഷ്യൻ ചെയ്യുന്ന ദുന്യവിയും മുഹറവിയുമായി എല്ലാ ഖൈറുകളും കിട്ടുന്ന കാര്യമാണ്. മൻ അഹബ്ബ അൻ യുൻസഅലഹു ഫീ അസരിഹി വയുബ്സത ലഹു ഫീ റിസ്ഖിഹി ഫൽയസിൽ റഹിമഹു എന്നാണല്ലോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്. എന്ന് പറഞ്ഞാൽ ദീർഘായുസ്സും സമ്പൽ സമൃദ്ധിയും ഈ മനുഷ്യൻ ദുന്യാവിൽ ആഗ്രഹിക്കാത്ത ആരെങ്കിലും ഉണ്ടാവുക? രണ്ടും കൂടി, ദീർഘായുസ്സും കിട്ടുക, സമ്പൽ സമൃദ്ധിയും കിട്ടുക. ഇത് രണ്ടും കിട്ടണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ അതിന് ഒറ്റ മൂലി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഫൽയസിൽ റഹിമഹു, കുടുംബബന്ധം ചേർത്തിക്കോൾ. എന്താണ് ഈ ചേർത്ത് പറഞ്ഞാൽ? നമ്മളവിടേക്ക് കല്യാണത്തിന് വന്നോന്റെ അവിടേക്ക് നമ്മൾ കല്യാണത്തിന് പോവുക, നമ്മളെ തക്കാരത്തിന് വിളിച്ചോലെ നമ്മളും തക്കാരത്തിന് വിളിക്കുക, അതല്ല കുടുംബബന്ധം ചേർക്കുക അറിയുന്നത്. അത് കടമ്പ് കിട്ടുകയെന്നാ പറയാം. നേരെ മറിച്ച് നമ്മളെ ഇങ്ങോട്ട് പിണക്കിയവനോട് നമ്മൾ അങ്ങോട്ട് ഇണങ്ങുക.
നമ്മൾ വിളിച്ചിട്ട് വരാത്തവന്റെ അടുക്ക് നമ്മൾ അങ്ങോട്ട് പോവുക, ഞമ്മക്ക് തരാത്തവന് നമ്മൾ കൊടുക്കുക. ഇതാണ് കുടുംബബന്ധം ചേർക്കുക. പക്ഷെ അതിന് സാധാരണക്കാർക്ക് സാധിക്കൂല. വലായിലഖാഹ ഇല്ലല്ലദീന സബറു വലായിലഖാഹ ഇല്ലാ ദു ഹഖ്ദിൻ അദീം എന്ന് അല്ലാഹു തആല പറഞ്ഞില്ലേ. ഏത് നന്മ കൊണ്ട് തിന്മയെ പ്രതിരോധിക്കുക എന്ന് പറഞ്ഞാൽ അതിൽപ്പെട്ടതാണ്. അതാണ് യഥാർത്ഥത്തിൽ കുടുംബബന്ധം ചേർക്കുക എന്ന് പറയുന്നത്. അന്തസില മൻ ഖതഅക എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. നിന്നോട് ബന്ധം മുറിച്ചവനോട് നീ അങ്ങോട്ട് ബന്ധം ചേർക്കുക, അതാ വേണ്ടത്. അപ്പൊ വലിയ അതിൽ ആകെ നമ്മൾ എന്ത് ചെയ്താൽ മതിയാവും? ദുരഭിമാനം എന്ന് പറയുന്ന ഒരു ചെറിയ സാധനമാണ് മാറ്റി വെച്ചാൽ ഒരു കുഴപ്പം ആ വിഷയത്തിലില്ല. എന്റെ പങ്ങളാണ്, അല്ലെങ്കിൽ എന്റെ ജ്യേഷ്ഠനാണ്, അല്ലെങ്കിൽ എന്റെ അളാപ്പയാണ്, അല്ലെങ്കിൽ എന്റെ ജ്യേഷ്ഠനാണ്, അല്ലെങ്കിൽ എന്റെ അളിയനാണ്, ഓ എന്നോട് അങ്ങനെ ചെയ്ത് ആയിക്കോട്ടെ, ഞാനൊന്നാണ് ചെറുതാകുക. സലാമലൈക്കും കാക്ക, നമ്മൾ തമ്മിൽ ഇങ്ങനെ എന്തിനാ അത്രയും മരിച്ചു പോകേണ്ട മനുഷ്യന്മാരല്ല, തെറ്റിക്കണതിന് കാര്യമൊന്നുമില്ല. എന്റെ അടുത്തെയും പറ്റിയെങ്കിൽ നിങ്ങൾ പൊരുത്താക്കി തന്നാളി. അപ്പൊ പറ്റിയൊക്കെ മൂപ്പരെടുത്താണ്, നിങ്ങളടുത്തൊന്നും പറ്റിയിട്ടില്ല. എന്നാലും ഇപ്പൊ എന്തെങ്കിലൊന്ന് കുറഞ്ഞു കൊടുത്തുകൊണ്ടെന്താ? അപ്പൊ അയാൾ ചിന്തിക്കുന്ന ആളാണെങ്കിൽ ചിന്തിച്ചോളും, പഠിച്ചോനെ തെറ്റൊക്കെ എന്റെ അടുത്താണല്ലോ, എന്നിട്ട് ഓൻ വന്നുകാണ്ട് എന്നോടാണല്ലോ മാപ്പ് പറയുന്നത്. അപ്പൊ അയാൾക്കൊരു ചമ്മല് വരും, സ്വാഭാവികമായിട്ടും നിങ്ങളോട് മനസ്സിലൊരു ബഹുമാനം വരും. ഇനി അയാൾ ഒരു ജാതി മൂര്യ എന്ത് പറഞ്ഞാലും അയാളുടെ കൽബുക്കാണ് കേറൂല, എന്നാലും നിങ്ങൾ രക്ഷപ്പെടും. അതിനാകെ നമ്മൾ ചെയ്യേണ്ടത് നമ്മളുടെ ഒരു ദുരഭിമാനം ഒഴിവാക്കി ഒന്ന് കീപ്പൊട്ടിറങ്ങിയാൽ മതി. എന്നാൽ അന്തസില മങ്കതഅക എന്ന് പറഞ്ഞിൽപ്പെടും. അപ്പൊ രണ്ടു ഉത്തരം വന്നല്ലോ. അതായത് കുടുംബബന്ധം മുറിക്കുക എന്ന് പറയുന്നത് ചെയ്തുകൊണ്ടിരുന്ന നടന്നു വന്നിരുന്ന ബന്ധങ്ങൾ വിച്ഛേദിക്കലാണ്. വിളിക്കുന്നവൻ വിളിക്കാതിരിക്കുക, പോകുന്നവൻ പോകാതിരിക്കുക, സഹായിക്കുന്നവൻ സഹായിക്കാതിരിക്കുക തുടങ്ങിയത്. അതിനാണ് മുറിക്കുക എന്നറിയുന്നത്. ചേർക്കുക എന്ന് പറയുന്നത് ഇങ്ങോട്ട് തരാത്തവനെ അങ്ങോട്ട് കൊടുക്കുക, ഇങ്ങോട്ട് വരാത്തവനെ കൊടുക്കുക, അങ്ങോട്ട് പോവുക, അങ്ങോട്ട് വിളിക്കാത്തവനെ അങ്ങോട്ട് വിളിക്കാം. ഈ നിരക്ക് അതിനാണ് ചേർക്കുക എന്ന് പറയുന്നത്. അസ്സലാമു അലൈക്കും. നായ ഭക്ഷിച്ചതിന്റെ ബാക്കി ഭക്ഷണം ആട്, കോഴി എന്നിവ ഭക്ഷിച്ചാൽ അതിനെ അറുത്ത് ഭക്ഷിക്കുന്നതിന്റെ വിധി എന്താണെന്ന് അറിയണം. ഒരു കുഴപ്പമില്ല, ഹലാലാണ് എന്നാ വിധി. മനസ്സിലായില്ലേ? നായ ഭക്ഷിച്ച ഭക്ഷണത്തിന്റെ ബാക്കി ഭാഗം ആടോ കോഴിയോ ഭക്ഷിച്ചാൽ എന്നല്ല, ഒരു നായ ചത്ത് കിടക്കുന്നുണ്ട്, ആ ചത്ത് കിടന്ന നായയുടെ ശരീരത്തിൽ നിന്നിട്ട് ഒരു കോഴി കുറെ മാംസം കൊത്തി ഭക്ഷിച്ചു. അങ്ങനെ കുറെ കാലം കഴിഞ്ഞ് കോഴി വലുതായതിനു ശേഷം ആ കോഴിനെ അറുത്താല് അതിനെ തിന്നതിന് കുഴപ്പമില്ല. നായിനെ തന്നെ തിന്ന കോഴിനെ തിന്നതിന് കുഴപ്പമില്ലെങ്കിൽ പിന്നെ നായ തിന്ന ഭക്ഷണത്തിന്റെ ബാക്കി കഴിച്ച കോഴിനെയോ ആടിനെയോ തിന്നുകൊണ്ട് യാതൊരു കുഴപ്പമില്ല. ഓക്കെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഉസ്താദ്, ഇന്നത്തെ ക്ലാസ്സിൽ അനുബന്ധിച്ചൊരു ചോദ്യമാണ്. പിന്നെ ശരീരത്തില് വ്രണവുമില്ല, കുരു പോലത്തെ ഒന്നുമില്ല, കാലിന്റെ മുട്ടിൽ ഒരു ചൊറിയുണ്ട്. സാധാരണ പെട്ടെന്ന് കാണാത്തൊരു ചൊറിയാണ്, പക്ഷെ ചൊറിഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് രക്തം വരും. അങ്ങനെ നിസ്കാരത്തിൽ അത് ചൊറിയുകയും രക്തം ഒലിച്ച് വ്യക്തമായിട്ട് രക്തം കാലിലൂടെ ഒലിച്ചിറങ്ങുകയും തുണി നനയുകയും ചെയ്താൽ ആ നിസ്കാരം മടക്കി നിസ്കരിക്കേണ്ടതുണ്ടോ? ദുആവസിയത്തോടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി. മടക്കി നിസ്കരിക്കേണ്ടതില്ല എന്ന് തന്നെയാണ്. ആ ഭാഗം വരുന്നേ ഉള്ളൂ. അതായത് ഇപ്പൊ നമ്മൾ പറഞ്ഞത് ഒലിക്കുന്ന രക്തമില്ലാത്ത ജീവികളുടെ രക്തവും കുരു, അതുപോലെ തന്നെ മുഖക്കുരു, മുറിവ് പോലത്തെ നിന്നുള്ളതുമാണ്. ഇനി സ്വന്തം ശരീരത്തിൽ നിന്നിട്ടുള്ള രക്തം ധാരാളമായി ഉണ്ടെങ്കിൽ പോലും മറ്റൊന്നുമായി കൂടിക്കലരാത്തിടത്തോളം ശരീരത്തിലോ ആ ശരീരത്തിൽ ധരിച്ച വസ്ത്രത്തിലോ ആയാൽ നിസ്കാരം സഹിയാകും, അഫ്വു ചെയ്യപ്പെടും എന്ന്. ആ ഭാഗം നാളെ ഓതുന്ന ഭാഗത്ത് വരും ഇൻഷാ അല്ലാഹ്. അപ്പൊ ചോദ്യത്തിന് ഉത്തരം ഇപ്പൊ തന്നെ മനസ്സിലായി, അതുകൊണ്ട് കുഴപ്പമില്ല, നിസ്കാരം സഹിയാവും. ഇപ്പൊ നജസാണ്, ഉറപ്പന്നെയാണ്, തോനുണ്ട്, എന്നാലും സ്വന്തം ശരീരത്തിൽ നിന്നുള്ള രക്തം അധികരിച്ചതാണെങ്കിലും അഫ്വുണ്ട്. മനഃപൂർവ്വം ഞെക്കിപ്പൊട്ടിച്ചതല്ല, ഇങ്ങനെ ചൊറിച്ചിൽ വന്നപ്പോ മാന്തിയപ്പം വന്നു പോയതാണ് എങ്കിൽ അധികരിച്ചതാണെങ്കിലും അഫ്വുണ്ട്. കൽപ്പിച്ചൂട്ടി ഞെക്കിപ്പൊട്ടിച്ചതാണെങ്കിൽ കുറഞ്ഞതാണെങ്കിൽ എഫ് ഉണ്ടാവുള്ളൂ, അധികരിച്ചതാണെങ്കിൽ എഫ് ഇല്ല.
അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഉസ്താദ്, ഒരു ചോദ്യം കൂടി വന്ന ചോദ്യമാണ്, ഇതിൽ പെട്ടതല്ല. ഒരു അമുസ്ലിമായ ആള്, കള്ള് കുടിക്കുന്ന ഒരു അമുസ്ലിമായ ആളെ കടയിൽ ജോലിക്ക് നിർത്തി ജോലി ചെയ്യിപ്പിച്ച് അതിൽ കൂലി കൊടുക്കുന്നത് കൊണ്ട് കുഴപ്പമുണ്ടോ, ബർക്കത്ത് കുറവുണ്ടോ എന്ന് ചോദ്യം വന്നതാണ്. ഇൻഷാ അല്ലാഹ് ദുആ വസിയത്തോടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി. ആ ആദ്യ അമുക്കുകളെ തന്നെ വെക്കേണ്ട ആവശ്യം എന്താണുള്ളത്? മനസ്സിലായില്ലേ? ഒരു മുഅ്മിനായ മനുഷ്യനെ കിട്ടുമെങ്കിൽ, അല്ലെങ്കിൽ ഒരു കള്ളുടിക്കാത്ത ഒരു നല്ല മനുഷ്യനെ കിട്ടുമെങ്കിൽ അവർക്കാണ് മുൻഗണന. എന്നാൽ ഇയാള് കള്ളു കുടിക്കും എന്നതുകൊണ്ട് മാത്രം, അല്ലെങ്കിൽ ഇയാൾ മുസ്ലിം അല്ല എന്നത് കൊണ്ട് മാത്രം ജോലി ചെയ്യിച്ചുകൂടാ എന്ന് നിയമമൊന്നുമില്ല. പക്ഷേ ഇത് മാത്രമേ അയാളുടെ വരുമാന മാർഗമുള്ളൂ. ഈ കിട്ടുന്ന കാശ് കൊണ്ട് അയാൾ മുഴുവനായിട്ട് കള്ളു കുടിക്കുമെന്ന് ഉറപ്പുണ്ടെങ്കിൽ അത്തരക്കാരെ ജോലിക്ക് വെക്കാനോ കൂലി കൊടുക്കാനോ പാടില്ല. മനസ്സിലായില്ലേ? ഉറപ്പാണ്. അതായത് ഇത് ഹറാമിലേക്ക് ഉപയോഗിക്കുമെന്ന് ഉറപ്പ് യഖീനാണെങ്കിൽ അതിന് വഴിവെക്കുന്ന നിലക്ക് അയാളെ ജോലിക്ക് നിർത്താൻ പാടില്ല, കൂലി കൊടുക്കാനും പാടില്ല. അതിനും ഉപയോഗിക്കും, അല്ലാതെ കുട്ടിയൊക്കെ വീട്ടിൽ കരി വാങ്ങാനും ഉപയോഗിക്കും, അയാളുടെ ജീവിത കാര്യത്തിനും ഒക്കെ ഉപയോഗിക്കും. ചിലപ്പോൾ ഇതിനും ഉപയോഗിക്കാൻ സാധ്യതയാണെങ്കിൽ അർത്ഥം ഒഴിവാക്കുന്നത് നല്ലതാണ്, കറാഹത്താണ്. ഓക്കെ, നല്ലൊരു മനുഷ്യനെ തന്നെ, മുസ്ലിമായ ഒരു മനുഷ്യനെ തന്നെ കിട്ടും. അല്ലെങ്കിൽ ആ മുസ്ലിം ആണെങ്കിലും കള്ളും കുടിക്കാത്ത അനാവശ്യമില്ലാത്ത നല്ല മനുഷ്യന്മാരെ കിട്ടുകയാണെങ്കിൽ അതല്ലേ മെച്ചം. ഹലോ, അസ്സലാമു അലൈക്കും. ഞാൻ ഡ്യൂട്ടിക്ക് പോകാനായിക്കണേ, ശബ്ദം കേൾക്കുന്നുണ്ടോ? അതുകൊണ്ടാണ് മൈക്കിൽ എടുത്തത്. ഞാൻ കേസെന്നാണ്. പിന്നെ ഉസ്താദ്, കുടുംബ ബന്ധത്തിന്റെ കാര്യം പറഞ്ഞപ്പോഴേ, എൻ്റെ ഒരു അടുത്ത ബന്ധുക്കള് മുജാഹിദാണ്. അപ്പൊ ഞാൻ അതിനുശേഷം അവരോട് വളരെയധികം ഇതായിട്ടാണ് നിൽക്കുന്നത്. വിളിക്കാറും കാര്യങ്ങൾ അന്വേഷിക്കാറൊന്നുമില്ല. അപ്പൊ അങ്ങനെ ഒരു ഇത് കേട്ടപ്പോൾ ഉസ്താദിനോട് സംശയം തീർക്കാൻ വേണ്ടി എടുത്തതാണ്. അതിന്റെ വിധി എന്താണെന്ന് ചോദിക്കാൻ വേണ്ടിയിട്ടാണ്. അസ്സലാമു അലൈക്കും. ദുആ വസിയത്തോടെ അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി. അത് നല്ല ചോദ്യം. നേരത്തെ ചോദിച്ച ചോദ്യത്തിന്റെ ഒരു അനുബന്ധമാണെങ്കിലും നല്ലൊരു ചോദ്യം. ഒരാള് ആദർശപരമായി അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന്റെ അഖീദക്ക് വിരുദ്ധമായ വല്ല ബിദ്അത്ത് വലാലത്തിന്റെ വിശ്വാസത്തിൽ പോയി അയാളെ നല്ല നിലക്ക് ഉപദേശിക്കുകയും സന്മാർഗത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ ശ്രമിക്കുകയും പരമാവധി നമ്മുടെ കഴിവിൽപ്പെട്ടോടത്തോളം ചെയ്തു. അത് ഫലപ്രദമാവില്ലെന്ന് കണ്ടു. കാരണം അതിന് മാത്രം ഉറച്ചു പോയിട്ടുണ്ട്. വിവരമുള്ളവരാണെങ്കിൽ കുറച്ചൊക്കെ പറഞ്ഞു കൊടുത്താൽ മനസ്സിലാവും, അല്ലെങ്കിൽ വിവരമില്ലാന്ന് വിവരമുള്ളവരാണെങ്കിലും പറഞ്ഞു കൊടുത്താൽ മനസ്സിലാവും. ഈ മുബത്തദീങ്ങൾക്ക് പറ്റുന്ന ഏറ്റവും വലിയ തകരാറ്, ഒരു വിവരവും ആ സാധുക്കൾക്ക് ഉണ്ടാവില്ല. പക്ഷേ ഞമ്മക്കെല്ലാം ഞമ്മക്ക് തിരിയാത്ത വേറൊന്നും ഇല്ല എന്നുള്ളൊരു അഹന്ത അയാൾക്കുണ്ട്. അതുകൊണ്ട് തന്നെ വിവരമില്ല എന്നുള്ള വിവരം ഉണ്ടാവില്ല. അത് പിന്നെ ഇനി നന്നാവൂല. ഏതുപോലെ എന്ന് പറഞ്ഞാൽ ഐനുൻ നജസ് കൈകാ ശുദ്ധിയാകാത്തതുപോലെ. അങ്ങനെ വന്നാൽ അവരുമായി കൊണ്ടുള്ള ബന്ധം മുറിക്കൽ ഈമാനിന്റെ ഭാഗമാണ്. അവിടെ മുണ്ടണ്ട, വിളിക്കണ്ട, കല്യാണത്തിന് പോകണ്ട, നമ്മളെ കല്യാണത്തിന് വിളിക്കണ്ട, അതൊക്കെ ഈ ഒരു ലക്ഷ്യം ഉദ്ദേശം മനസ്സിൽ വെച്ചുകൊണ്ട് ആണെങ്കിൽ അതൊക്കെ അള്ളാഹുവിന് ചെയ്യുന്ന ത്വാഅത്താണ്, ഹൈറായ അമലാണ്. അവിടെ കുടുംബ ബന്ധം മുറിച്ചു എന്നതിന്റെ പേരിൽ യാതൊരു കുഴപ്പമില്ല. അല്ല മുറിക്കുക വേണ്ട. ഈമാനില്ലാത്തവര് ഫല അൻസാബ ബൈനഹും യൗമൈദിൻ വലാ യതസാഅലൂൻ എന്ന് പറഞ്ഞ ആഖിറത്തിൽ എന്നതുപോലെ അവരുമായി. അതേസമയത്ത് ഇത് ഒറ്റയ്ക്ക് ചെയ്യാൻ പാടില്ല. നമ്മൾ അവരുമായിട്ട് ശ്രമിച്ചു നോക്കുക. നന്നാവാൻ സാധ്യതയുണ്ടോ? ചിലർ അങ്ങനെ തെറ്റിദ്ധാരണന്റെ പേരിൽ പോയതായിരിക്കാം. നന്നാവാൻ സാധ്യതയുണ്ട്. നമ്മൾ അവരോട് നല്ലിട്ടൊക്കെ സോപ്പിട്ട് വിളിച്ച് നമ്മൾ വരുത്തി നമ്മൾ അങ്ങോട്ട് പോയി വന്ന് കൂടി ഇടകി അതിന്റെ ഇടയ്ക്ക് നമ്മൾക്ക് ഇവരെ നന്മയിലേക്ക് കൊണ്ടുവരാൻ സാധിക്കുമെന്ന് പ്രതീക്ഷയുണ്ടെങ്കിൽ അത് തുടരുകയാണ് വേണ്ടത്. ഇല്ല, നേരത്തെ പറഞ്ഞതിൽ ഒരു ഷാഫി പറഞ്ഞിട്ട് അറിയില്ല, തെളിവുണ്ടോ എന്ന് ചോദിക്കുന്ന മുത്ലഖ് ജാഹിലാണെന്നും കൂടി അറിയാത്ത മുറക്കബ് ജാഹില്, അങ്ങനത്തതാണെങ്കിൽ പിന്നെ അയലത്ത് കടുപ്പിക്കും വേണ്ട, നമ്മൾ അടുക്കും വേണ്ട. അത് അള്ളാന്റെ ദീനിനു വേണ്ടി ചെയ്യുമ്പോ എന്ത് അൽ ഹുബ്ബു ഫില്ലാ വൽ ബുഗ്ദു ഫില്ലാ എന്ന് പറയുന്ന ശുദ്ധ ഈമാന. അള്ളാഹുവിന്റെ പൊരുത്തം മാത്രം ലക്ഷ്യം വെച്ച് സ്നേഹിക്കുന്നവരെ സ്നേഹിക്കുക, വെറുക്കുന്നവരെ വെറുക്കുന്നത് അള്ളാഹുവിന്റെ പൊരുത്തത്തിന് വേണ്ടിയാകുക എന്ന് പറഞ്ഞേ പൊട്ടും. ബിദ്അത്ത് വലാലത്ത് കാരണം അവരെ ഇനി നന്നാവാൻ സാധ്യതയില്ലെന്ന് ബോധ്യപ്പെട്ടു കഴിഞ്ഞാൽ
ആ ബിദ്അത്ത് വലാലത്തിന്റെ പേരിൽ അവരെ വെറുക്കുക എന്ന് പറഞ്ഞത് അള്ളാഹുവിന്റെ പൊരുത്തത്തിന് വേണ്ടി വെറുക്കുക എന്ന് പറഞ്ഞതിൽ പെടും. അത് പുണ്യപ്പെട്ട ഒരു അമലാണ്. കുടുംബബന്ധം മുറിച്ചു എന്നുള്ള കുറ്റം ഉണ്ടാവില്ല എന്ന് മാത്രമല്ല, ഇത് നിലനിർത്താൻ കഴിഞ്ഞാൽ ഈമാനിന്റെ മാറ്റ് കൂടുകയും അള്ളാഹുവിനോടുള്ള മഹബത്തിന്റെ വെളിച്ചം കൂടുകയും ചെയ്യും. അള്ളാഹു തആല നമ്മളൊക്കെ എല്ലാ വലാലത്ത് ബിദ്അത്തിനും വെറുത്ത് അത്തരക്കാരുമായി എല്ലാ ബന്ധവും വിച്ഛേദിച്ച് ജീവിക്കാനുള്ള ഒരു ഹിമ്മത്തും ഈമാനും അള്ളാഹു തആല നമുക്ക് കേറ്റിത്തരുമാറാകട്ടെ. ഹലോ ഉസ്താദെ, അസ്സലാമു അലൈക്കും. ഒരാള് ഒരു മുസല്ല ഒട്ടിച്ചിട്ട് വഖഫ് ചെയ്തു. വഖഫ് ചെയ്തതിന്റെ ശേഷം പിന്നെ അതിനെ പറിച്ചെടുത്തു കഴിഞ്ഞാൽ അതിന് പള്ളിന്റെ ഹുക്കുമുണ്ടോ ഇല്ലേ എന്നറിയില്ലായിരുന്നു ഉസ്താദ്. അസ്സലാമു അലൈക്കും. വല്ലാത്തൊരു ഇസ്കാലി തന്നെ. മങ്കൂലായത് പള്ളിയാവൂല എന്നുള്ള മത്സരം ഇനിയും മനസ്സിലായിട്ടില്ല ഞങ്ങൾക്ക്. ഒട്ടിച്ചു നിർത്തുമ്പോഴേ പള്ളിയാവുള്ളൂ, പറിച്ചെടുത്താ പള്ളി അല്ലാതാവും. എന്നാൽ നേരത്തെ ഞാൻ പറഞ്ഞ അങ്ങനെയല്ല. നേരത്തെ പറഞ്ഞ എന്താ വെച്ചാൽ കേടെന്ന് ഉപയോഗശൂന്യമായി കഴിഞ്ഞാൽ വിറകെത്തിക്കാനല്ലാതെ പറ്റാത്തൊരവസ്ഥ വന്നാൽ അത് കത്തിച്ചു കളയണം എന്ന് പറഞ്ഞു. എന്നതുപോലെ ഉപയോഗശൂന്യമാവുന്ന ഒരു അവസ്ഥ വന്നാൽ അതിന്റെ ആ എത്രാമ് നിലനിർത്താൻ വേണ്ടിയിട്ട് കത്തിച്ചു കളയാന്ന്. അല്ലാതെ ഒട്ടിച്ചാ പള്ളിയാവും, പറിച്ചെടുത്താ പിന്നെ പള്ളിയാവുമെങ്കിൽ പിന്നെ ആദ്യം തന്നെ ഒട്ടിക്കാൻ പറയോ? എന്താ അങ്ങനെ ഒരു ചോദ്യം വന്നത് എനിക്ക് മനസ്സിലായില്ല. ഒരു ഹഖീഖത്തിന്റെ ചോദ്യമാണ്. എനിക്കിപ്പോ 15 വയസ്സൊക്കെ കഴിഞ്ഞല്ലോ. പിന്നെ എനിക്ക് വേണ്ടി ഹഖീഖത്ത് എന്റെ മാതാപിതാക്കൾ അർത്തിട്ടില്ല. ഇനി ഞാൻ എന്റെ മക്കൾക്ക് ഹഖീഖത്ത് ഇറക്കുമ്പോ എന്നെയും എന്റെ ഭാര്യനൊക്കെ അതിൽ ഉൾപ്പെടുത്തി ഒന്നിച്ചറക്കാൻ പറ്റുമോ എന്നാണ് ചോദ്യം. മൈക്ക് വിട്ട് അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം. മാഷാ അല്ലാഹ്. സൂര്യ ഉസ്താദ്, നമ്മളൊക്കെ ഉള്ള സമയത്താണെങ്കിൽ ഒരു പുതിയൊക്കെ നമ്മൾക്കും തരാം, അതിന് പറ്റും, കുഴപ്പമൊന്നുമില്ല. മനസ്സിലായില്ലേ? നമ്മുടെ പ്രായപൂർത്തി എത്തുന്നത് വരെ ഉമ്മ വാപ്പമാരുടെ കടമയാണ്, അല്ല വാപ്പാന്റെ കടമയാണ്. പ്രായപൂർത്തി എത്തുന്നത് വരെ അദ്ദേഹം അത് ചെയ്തിട്ടില്ലെങ്കിൽ പ്രായപൂർത്തി എത്തിയതിനു ശേഷം നമുക്ക് അത് ചെയ്യാവുന്നതാണ്. ഭാര്യന്റെതും അർത്ഥത്തില്ലെങ്കിൽ ഭാര്യന്റെതും ചെയ്യാം, നമ്മൾ അർത്ഥത്തില്ലെങ്കിൽ നമ്മളതും ചെയ്യാം. അത് മക്കളെ കൂട്ടത്തിൽ ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. പണ്ട് മാർക്കം കഴിക്കാൻ നോക്കുമ്പോ കുട്ടിനെ കിട്ടിയില്ലായിരുന്നു. എന്തായിട്ടും കുട്ടിനെ കിട്ടണില്ല. അതില് തള്ള പറഞ്ഞത് എന്നാ ഒന്ന് ബാപ്പാന്റേക്കും കിടക്കട്ടെ എന്ന്. അപ്പോൾ ആൾക്കാർ ഈ ബാപ്പാന്റേത് കഴിച്ചിട്ടില്ല എന്ന് മനസ്സിലാക്കി. അങ്ങനെ പിടിച്ചു നോക്കുമ്പോ മൂപ്പരത് കഴിച്ചിട്ടില്ല. ആദ്യം മൂപ്പരെ പിടിച്ച് കഴിച്ചു, പിന്നെ കുട്ടിനെ പാഞ്ഞു പിടിച്ച് കണ്ടുകൊണ്ട് കഴിച്ചാറ്. എന്നതുപോലെ നമ്മളതോ ഏതായാലും അർത്ഥത്തില്ല, കുട്ടിന്റെ അർക്കാണെന്നാ രണ്ടാളത്തും കൂടി കരുതിയിട്ടാണ്ട് അർത്ഥാടി ഒരു കുഴപ്പമില്ല. 7 ആള് വരെ ഒരു പോത്ത് കാളയിൽ ഉൾപ്പെടുത്താന്ന് പറഞ്ഞു ചെയ്തല്ലോ. അപ്പൊ ഓരോരുത്തർക്കും വേറെ വേറെ വേണമെന്നില്ല. എന്താക്കിയാ മതി, ഉള്ളത് കൊണ്ട് 7 ഓരി വെച്ചിട്ട് ഒരു ഓരി ഇങ്ങളതും, ഭാര്യന്റെ അർത്ഥത്തിൽ ഒരു ഓരി ഭാര്യനോട് പറയാ, ഒന്ന് എന്റെ ഭാഗ്യം, ബാക്കിയുള്ളത് കുട്ടികൾക്കും. അങ്ങനെ ആക്കണമെന്ന് കുഴപ്പമൊന്നുമില്ല, പറ്റും. അസ്സലാമലൈക്കും ഉസ്താദ്, എനിക്കുള്ള ഒരു ചോദ്യം ഒരു കട സംബന്ധമായിട്ടുള്ളതാണ്. ഞാനൊരുത്തന്റെ കയ്യിൽ നിന്ന് കുറച്ച് പൈസ കടം വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പം അത് ഡേറ്റ് ആയപ്പോൾ എനിക്ക് കൊടുക്കാൻ കഴിഞ്ഞിട്ടില്ല. പിന്നീട് കൊടുക്കാൻ കഴിഞ്ഞ സമയത്ത് അദ്ദേഹത്തെ കാണുന്നുമില്ല. അവനെ അന്വേഷിച്ചിട്ട് ഒരു ഫോൺ നമ്പർ മാത്രമേ ഉള്ളായിരുന്നു. ഫോൺ നമ്പർ അടിച്ചു നോക്കുമ്പോൾ കിട്ടുന്നുമില്ല. ഞാൻ ആ പൈസ ഒരു ബാങ്കിൽ നിക്ഷേപിച്ചിട്ടുണ്ട്. അത് അങ്ങനെ ചെയ്ത് കഴിഞ്ഞ് ഇനി പിന്നീട് എനിക്ക് ഉംറയോ ഹജ്ജോ അല്ലെങ്കിൽ മറ്റുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്ന അതിന്റെ ഇടയിൽ മരിച്ചു പോയാലോ അതിന്റെ വിധി ഒന്ന് പറയാൻ പറ്റുമോ? ഇനി ഉംറയും ഹജ്ജും ഒക്കെ സഹി ആവുമോ? അതൊന്ന് പറഞ്ഞു തരുമോ ഉസ്താദ്? അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം. കടമുണ്ട് എന്നത് ഹജ്ജോ ഉംറയോ സഹി ആവുന്നതിന് ഒരിക്കലും തടസ്സമല്ല. കടമുള്ളതോട് കൂടി തന്നെ ഹജ്ജ് ചെയ്താൽ ഹജ്ജ് സഹിയാകും, ഉംറ ചെയ്താൽ ഉംറയും സഹിയാവും. നിങ്ങൾ ഈ വാങ്ങിയ കടക്കാരനെ
അറിയാൻ യാതൊരു നിവൃത്തിയുമില്ല. എന്നാൽ അദ്ദേഹത്തിന്റെ അനന്തരാവകാശികളെ ആരെങ്കിലും അറിയുമെങ്കിൽ അവർക്ക് കൊടുക്കേണ്ടതാണ്. അങ്ങനെ ഇല്ലെങ്കിൽ മുസ്ലിം ഭരണകൂടം ഉള്ള സ്ഥലത്താണെങ്കിൽ ബൈത്തുൽ മാലിൽ അടച്ചാൽ മതി. നമ്മളെ നാട്ടിൽ ഇപ്പൊ ബൈത്തുൽ മാലും ഇല്ലല്ലോ. അങ്ങനെയുള്ള സാഹചര്യത്തിൽ എന്തു ചെയ്യുക? ആ തുക ഒരു ഹൈറായ മാർഗത്തിൽ സദഖ ചെയ്തിട്ട് ഇതിന്റെ പ്രതിഫലം അല്ലാഹുവേ നീ ആ സഹോദരനെ എത്തിച്ചു കൊടുത്ത് അദ്ദേഹത്തിന്റെ കടത്തിൽ നിന്ന് എന്നെ രക്ഷപ്പെടുത്തണമേ എന്ന് ദുആ ചെയ്യുകയും അതോടുകൂടി എപ്പോഴെങ്കിലും ഒരിക്കൽ അദ്ദേഹത്തെ കണ്ടുമുട്ടുകയാണെങ്കിൽ ഞാൻ അദ്ദേഹത്തിന് കൊടുക്കാനുള്ള സംഖ്യ കൊടുക്കും എന്ന് നിങ്ങൾ മനസ്സുകൊണ്ട് കരുതി ഉറപ്പിച്ച് അസ്മ ചെയ്യുകയും ചെയ്താൽ ഇൻഷാ അല്ലാഹ് അല്ലാഹു തആല നിങ്ങളുടെ കടത്തിൽ നിന്ന് രക്ഷപ്പെടുത്തും. ഇനി കടം ഉള്ളതോടുകൂടി തന്നെ ഹജ്ജ് ചെയ്യുന്നതിനോ ഉംറ ചെയ്യുന്നതിനോ അത് തടസ്സമല്ല. ഹജ്ജ് സഹിയാവുന്നതിനും ഉംറ സഹിയാവുന്നതിനും കടം തടസ്സമല്ല. രക്ഷപ്പെടാൻ, ഈ ബാധ്യത ഹക്കിൽ നിന്ന് രക്ഷപ്പെടാനാണ് ഞാൻ പറഞ്ഞത്. അനന്തരാവകാശികളെ അറിയുമെങ്കിൽ അവർക്ക് കൊടുക്കുക. അങ്ങനെ അദ്ദേഹത്തിനെ പറ്റിയിട്ട് ഒരു വിവരവും ഇല്ല എങ്കിൽ പിന്നെ ആ സംഖ്യ ഒരു ഖൈറിന്റെ മാർഗത്തിൽ സദഖ ചെയ്ത് അതിന്റെ സവാബിനെ എന്നെ ആ ആൾക്ക് എത്തിച്ചു കൊടുക്കണമേ എന്ന് അല്ലാഹുവിനോട് ദുആ ചെയ്യുകയും കൂട്ടത്തിൽ എന്തു വേണം എന്നെങ്കിലും ഒരിക്കൽ അയാളെ കണ്ടെത്താൻ കഴിഞ്ഞാൽ ഞാൻ അദ്ദേഹത്തിന് അത് കൊടുക്കും എന്ന് അസ്മ ചെയ്യുകയും ചെയ്താൽ അല്ലാഹു തആല ആഖിറത്തിൽ ഈ സദഖന്റെ ബർക്കത്ത് കൊണ്ടും നിങ്ങളുടെ ഈ അസ്മിന്റെ ഇഖ്ലാസ് കൊണ്ടും അയാളുടെ ഹക്ക് അല്ലാഹു തആല കൊടുത്ത് നിങ്ങളെ കട ഹക്കോടപാടിൽ നിന്നിട്ട് രക്ഷപ്പെടുത്തിക്കൊള്ളും. ഓക്കെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഉസ്താദേ, വരുന്ന ബുധനാഴ്ച അബുദാബിയിൽ വെച്ചിട്ട് ഒരു ഉംറക്ക് പോകാൻ ഉദ്ദേശിക്കുന്നുണ്ട്. അതുകൊണ്ട് ശരിയായ ഉംറ ചെയ്യുവാൻ വേണ്ടി ഉസ്താദും എല്ലാവരോടും പ്രത്യേകം ദുആ കൊണ്ട് വസിയത്ത് ചെയ്യുന്നു. ഉസ്താദ്, അതോടനുബന്ധിച്ചുള്ള ഒരു ചോദ്യം. നമ്മൾ ഉംറയ്ക്ക് പോകുമ്പോൾ നമ്മളെ കുടുംബത്തിൽപ്പെട്ട എല്ലാവരോടും നമ്മളുടെ സുഹൃത്ത് ബന്ധങ്ങളോട് എല്ലാവരോടും ഇങ്ങനെ പേഴ്സണലായിട്ട് ഉംറയ്ക്ക് പോവാണ് എന്ന് എല്ലാവരോടും വിളിച്ചു പറയേണ്ട ആവശ്യമുണ്ടോ? അതിന്റെ ഗുണദോഷ വശങ്ങൾ എന്താണെന്ന് ചെറിയ രീതിയിലൊന്ന് പഠിക്കാൻ ആഗ്രഹമുണ്ട്. അസ്സലാമു അലൈക്കും. വഅലൈക്കും അസ്സലാം. അല്ലാഹു തആല മഖബൂലും മബ്റൂറുമായ ഉംറയും സിയാറത്തും ഒക്കെ നിർവഹിക്കാനുള്ള തൗഫീഖും വിഷമങ്ങളും പ്രയാസങ്ങളും ഒന്നും വരാതെ റാഹത്തായ കാര്യങ്ങൾക്ക് നിർവഹിക്കാനും സൗഭാഗ്യം നൽകുമാറാകട്ടെ എന്ന് ദുആ ചെയ്തുകൊണ്ട് ഹജ്ജിനോ ഉംറക്കോ പോകാൻ ഉദ്ദേശിക്കുമ്പോൾ പ്രത്യേകം ഹക്കടപാടുകളോ വാക്കടപാടുകളോ ഉള്ളവരാണെങ്കിൽ അവരുമായി ബന്ധപ്പെട്ട് അത് വീട്ടുകയോ പൊരുത്തപ്പെടിക്കുകയോ ചെയ്യുന്നത് നല്ലത്. അതില്ലാത്ത ആളുകളെ ഓരോരുത്തരെയും പ്രത്യേകം വിളിച്ച് യാത്ര പറയേണ്ടത് ഇല്ല. എന്നാൽ എപ്പോഴും പരസ്പരം ബന്ധപ്പെടുന്നവരും അറിയുന്നവരുമായ ആളുകളോട് ദ്വാവസിയത്ത് ചെയ്യാൻ വേണ്ടിയിട്ട് വിളിച്ചു പറയുന്നത് കൊണ്ട് കുഴപ്പവും ഇല്ല. ഉദ്ദേശം ഇഖ്ലാസ് ആയിരിക്കണം. ഞാനൊരു ഉംറക്ക് പോവുകയാണ് അല്ലെങ്കിൽ ഞാനൊരു ഹജ്ജിന് പോവുകയാണെന്ന് നാലാൾ അറിഞ്ഞോട്ടെ എന്നുള്ള നിലക്കാവുമ്പോൾ നമ്മൾ ചെയ്യുന്ന അമലിന്റെ പ്രതിഫലം നഷ്ടപ്പെടുക. ഇതല്ല. ദ്വാ ചെയ്യാൻ പറയാൻ വേണ്ടി അത് പരസ്പരം മോമിനിങ്ങൾ ചെയ്യേണ്ട കാര്യമാണല്ലോ. ഒരു ഹൈറായ കാര്യം ഉദ്ദേശിക്കുമ്പോൾ ദ്വാ ചെയ്യാൻ വേണ്ടി പറയാൻ നമ്മളെപ്പോഴും ബന്ധപ്പെടുന്ന ആളുകളെ അറിയിക്കുന്നത് നല്ലതാണ്. അതുപോലെ നമ്മൾ ഹക്കടപാടോ വാക്കടപാടുകളോ ഉണ്ടെങ്കിൽ അത് കൊടുക്കാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ പൊരുത്തപ്പെടിക്കാൻ വേണ്ടിയിട്ടോ വിളിക്കുന്നത് നമ്മളെ കടമയുമാണ്. അല്ലാഹു തആല ഏതായാലും യാത്ര സന്തോഷത്തിലും റാഹത്തിലുമാക്കുകയും മഖബൂലും മബ്റൂറുമായ ഉംറയും സിയാറത്തും മറ്റു സ്വാലിഹ് അമലും ഒക്കെ ചെയ്യാൻ തൗഫീഖ് ചെയ്യുകയും ചെയ്യട്ടെ. ഞങ്ങളൊക്കെ കാര്യത്തിൽ ദുആ ചെയ്യണമെന്ന് അപേക്ഷിച്ചുകൊണ്ട് വൈക്കൂട്ട്. അസ്സലാമു അലൈക്കും. ഉസ്താദ് നേരത്തെ പറഞ്ഞു മുസല്ല ഉറപ്പിച്ചിരിക്കുമ്പോഴാണ് അത് വഖഫാകുന്നത്. അത് പറിച്ചെടുത്തു കഴിഞ്ഞാൽ ആ സാധനം പിന്നെ നമ്മൾ പള്ളിയിൽ കൊണ്ട് കൊടുക്കേണ്ടതുണ്ടോ അതല്ലെങ്കിൽ അത് വീട്ടിൽ തന്നെ ഉപയോഗിക്കാൻ പറ്റുമോ? അതിന് സാധാരണ വഖഫിന്റെ സ്ഥാനം നഷ്ടപ്പെടുമോ എന്നുള്ളതാണ് എന്റെ സംശയം. അതല്ലേ ഇപ്പൊ പറഞ്ഞ് കുറച്ചു നേരത്തെ ചോദിച്ചത് നിങ്ങൾ തന്നെയാണോ എന്ന് വേറെ ആളാണെന്ന് എനിക്കറിയില്ല. അതിന്റെ മസാലല്ലേ ഇപ്പൊ പറഞ്ഞ് നമ്മൾ പറഞ്ഞല്ലോ. ഇതിങ്ങനെ ഒരു ദിവസം ഒട്ടിക്കാൻ പറ്റുമെന്ന് പറിച്ചെടുക്കുക, ഒരു ദിവസം ഒട്ടിക്കാൻ പറ്റുമെന്ന് പറിച്ചെടുക്കുക, അങ്ങനെ ഒരു ഏർപ്പാടാക്കി നടത്തണമെന്നാണെങ്കിൽ ആദ്യം തന്നെ നിൽക്കേണ്ട. നിങ്ങൾ ഒട്ടിച്ചൊന്നും വേണ്ട, സാധാരണ മുസല്ല വിരിച്ച് സുന്നത്ത് കരിച്ചോളി, എന്തുണ്ടാവില്ല മാത്രം പള്ളിയാവില്ല മാത്രം. ഒരു കാര്യം ഈ സാധാരണ ഫിഖിന്റെ കിതാബിലൊക്കെ ഖിയാമത്ത് നാൾ വരെ ഉണ്ടാകാൻ സാധ്യതയുള്ള എല്ലാ സാധ്യതകളും
വിശദീകരിച്ച് ചർച്ച ചെയ്യും. നമ്മൾ ക്ലാസ് എന്ന് പറയുന്നത് അങ്ങനത്തെ ഒരു ക്ലാസ് അല്ല. അടിയന്തരമായി നമ്മുടെ ജീവിതത്തിൽ നിത്യമായി ആവശ്യം വരുന്ന എന്തെങ്കിലും ഒരു കാര്യങ്ങൾ ചോദിക്കുക, അത് പഠിക്കാൻ ശ്രമിക്കുക. അതിലിപ്പം ആവശ്യമുള്ളത് നേരത്തെ ഞാൻ പറഞ്ഞു. ഇനി അത് ആവർത്തിക്കണമെങ്കിൽ നിങ്ങൾ ഒഴിവുണ്ടാവുമെങ്കിൽ ഇങ്ങോട്ട് വരേണ്ടി. 1 മണിക്കൂറിന് എനിക്ക് 100 റിയാൽ തന്നാൽ മതി, ആദായത്തിന് ഞങ്ങൾക്ക് കിതാബ് ഓതിത്തരാം. മനസ്സിലായില്ലേ? അപ്പൊ എന്തോ ഒരു ഇത് അങ്ങക്ക് അതിനെപ്പറ്റി ഒരു സ്പെഷ്യലൈസ് ചെയ്യലല്ലോ ഉദ്ദേശം. ഏതെങ്കിലും ഒരു കാലത്ത് അങ്ങനെ ആരെങ്കിലും ഒരാൾ ചെയ്യുകയാണെങ്കിൽ എന്താ അതിനൊക്കെ മെനക്കെടുണ്ട്. ഇത് കിതാബ് ഓതി പഠിച്ചാലേ തടി അധ്വാനം ഉണ്ട്, കുറച്ച് സമയനഷ്ടമുണ്ട്, ഇതിനൊക്കെ പ്രയാസമുണ്ട്. അപ്പൊ നിങ്ങൾ ഒഴിവുപോലെ ഇങ്ങോട്ട് വരേണ്ടി. വരുമ്പോ എന്താണ്, ഒരു 2 മണിക്കൂർ വേണമെങ്കിൽ അതിന് 200 റിയാൽ ആദായത്തിന് നിങ്ങൾ ഇൽമടിക്കാൻ വരിക ആയതുകൊണ്ട് ആദായം പറയാം. അല്ല 1 മണിക്കൂർ മതിയെങ്കിൽ 100 റിയാൽ കയ്യിൽ വെക്കുക. എന്നിട്ട് ഞാൻ ഇന്ന വിഷയം പഠിക്കാൻ വന്നതാണെന്ന് പറഞ്ഞാൽ അതിന്റെ കിതാബ് എടുത്ത് ഓതി വിശദീകരിച്ച് തരാം. അപ്പൊ അതിന് നിങ്ങൾക്ക് കായ്ക്ക് മുടക്കുണ്ടാവും. അപ്പൊ നിങ്ങൾക്ക് പഠിക്കേണ്ട അത്യാവശ്യമുള്ള കാര്യങ്ങളോട്ട് പഠിക്കുള്ളൂ. ഇതിങ്ങനെ മൈക്കുമല് മറ്റേ ഈ മൗസുമലൊന്ന് ക്ലിക്ക് ചെയ്ത് മൈക്ക് കയ്യിൽ വന്നാൽ എന്തും ചോദിക്കുക. ഖിയാമത്ത് നാള് 2-ാം തീയതി ഉണ്ടാണ് മസാല ഇപ്പൊ ചോദിച്ചു വെക്കുക എന്ന് പറയുന്നത് നിങ്ങൾക്ക് കായ്ക്ക് മുടക്കില്ല. എന്നിട്ട് എനിക്ക് ഇവിടെ വേറെ സമയം, വേറെ പണിയുണ്ട്. കുറെ ആളുകൾ കൈപൊക്കി നിൽക്കുന്നുണ്ട്. അവർക്കൊന്നും ഇന്ന് ഇനി സമയമില്ല. എല്ലാവരോടും ക്ഷമ ചോദിച്ചുകൊണ്ട് ബാങ്ക് കൊടുക്കാനാണ് ഞാൻ തൽക്കാലം ഇപ്പോൾ ഇവിടെ നിർത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാവർക്കും ഖൈറും ബർക്കത്തും ചെയ്യുമാറാകട്ടെ. നല്ല ഉദ്ദേശത്തോടുകൂടി പഠിക്കാൻ വേണ്ടിയിട്ട് വല്ലതും ചോദിക്കുന്നവർക്ക് അല്ലാഹു തആല പ്രത്യേകം ഖൈർ കൊടുക്കുമാറാകട്ടെ. മോചാര അറിവ് പരിശോധിക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ചോദ്യത്തിന്റെ വൈദഗ്ധ്യം കാണിക്കാൻ വേണ്ടിയിട്ട് ഒസ്വാസ് തീർക്കാൻ വേണ്ടിയിട്ടൊക്കെ ഉള്ള ആളുകൾക്ക് അല്ലാഹു തആല നല്ല ബുദ്ധി കൊടുക്കട്ടെ എന്ന് ദുആ ചെയ്യുന്നു. എന്തോ ഒരു കാര്യം ദുആ ചെയ്യാൻ പറയാണ്ട് തോന്നുന്നു. കീശേരി 1 മിനിറ്റ് എന്ന് പറഞ്ഞാണ്. മസാല ചോദിക്കലില്ല, അത് കഴിഞ്ഞു. കീശേരി മൈക്ക് എടുത്തിട്ട് എന്താ പറയാനുള്ളത് വെച്ചാൽ പറഞ്ഞോളി. എന്നിട്ട് നമുക്ക് ചെറുതായിട്ടൊന്ന് ദ്വാരക്ക് അതിനുള്ള സമയമുള്ളൂ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ചോദ്യമൊക്കെ ഒരുപാടുണ്ടായിരുന്നു ഉസ്താദേ. അതിനിപ്പോ മറ്റുള്ള ചോദ്യങ്ങൾ അതിന്റെ ഇടയിൽ വന്നുകൊണ്ട് നമ്മൾ വിഷയവുമായി സംബന്ധമായ ചോദ്യം ചോദിക്കാൻ പറ്റിയില്ല. പിന്നെ ഇവിടെ അറിയിച്ചത് TH23 എന്ന 123 എന്ന ഐഡിയിലുള്ള ഒരു ഉസ്താദിന്റെ നമ്മുടെ ഉമ്മാമ കഴിഞ്ഞ വെള്ളിയാഴ്ച മരണപ്പെട്ടു. ഉമ്മാമാന്റെ നന്മക്കും വേണ്ടി ദുആ ചെയ്യണം എന്ന് പറഞ്ഞിട്ടുണ്ട്. മയ്യത്ത് നിസ്കരിക്കാനും പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ ഉമ്മയുടെ ഫാത്തിമ എന്നാണ് പേര്, ഒരു സക്കാഫിയാണ്. അതേപ്രകാരം വേറൊരു PM വന്നിട്ടുണ്ട് ദുആക്കിനെ തന്നെ. ഒരുപാട് PM ഇവിടെ കിടക്കുന്നൊന്നും കാണുന്നില്ല. നമ്മളെ ഇസ്കു മദീന, എന്റെ മോളുടെ കാര്യം ഉസ്താദിനോട് പറയണം. ഖദീജ എന്ന പേര് നാമകരണം ചെയ്ത് ഇസ്കു മദീനയുടെ ഇപ്പൊ ഇന്നലെ ഇനി PM അയക്കല്ലാരും. ഇന്നലെ പ്രസവിച്ച മോള് പിന്നെ 7 മാസം ആയി പ്രസവിച്ച, മാസം തികയാതെ പ്രസവിച്ചായിരുന്നു. അത് മരണപ്പെട്ടു പോയി. അപ്പോ അതിനുവേണ്ടി ദുആ ചെയ്തുകൊണ്ട് വസിയത്ത് ചെയ്തിട്ടുണ്ട്. പിന്നെ യാ റസൂൽ എന്ന ഐഡിയിൽ ചെയ്തവർകൾ അറിയിക്കുന്നു, എന്റെ മോൾക്ക് നല്ല സുഖമില്ല, പനി, ചുമ, ശ്വാസം മുട്ട്, പെട്ടെന്ന് ശിഫയാകാൻ വേണ്ടി ദുആ ചെയ്യണമെന്ന് അറിയിച്ചിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് അങ്ങനെ ഒരുപാട് ആൾക്കാർ വേറെയും അറിയിച്ചിട്ടുണ്ട്. 6 മാസം ഗർഭിണിയായ എന്റെ സഹോദരി മകൾ ഡോക്ടർ കൽപ്പന പ്രകാരം കിടപ്പിലാണ്, വളരെ വിഷമത്തിലാണ്. എണീറ്റ് നടന്നാൽ പ്രസവ വേദന ഉണ്ടാവുകയാണ്. സുഖമായി പ്രസവിക്കാനും ആഫിയത്തിനും വേണ്ടി പ്രത്യേകം ദുആ ചെയ്യുക എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് അപ്പൊ ഇനി ഞാൻ ഒരുപാടുണ്ട്, വേറെ ഇപ്പോൾ തെരഞ്ഞെടുക്കാൻ സമയമില്ല. അതുകൊണ്ടാണ്. എന്റെ സഹോദരിക്ക് ശബ്ദം ഇല്ല, 300 രൂപയുടെ ഇഞ്ചക്ട് ചെയ്യുന്നുണ്ട്. ഇത് ശരീരത്തിന് പ്രതികൂലമായി ബാധിക്കുമോ? ഇഞ്ചക്ട് അല്ലാതെ വേറെ എന്തെങ്കിലും ഉപായമുണ്ടോ എന്ന് ചോദിച്ചിട്ടുണ്ട്. ഞാൻ മൈക്കൂടുന്നു. ഇൻഷാ അല്ലാഹ് പ്രത്യേകം ദുആ ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. അല്ലാഹു തആല ഒക്കെ ഖൈറാക്കട്ടെ. നല്ല വിശദമായൊരു ദുആ നേരത്തെ ബഹുമാനപ്പെട്ട കഴക്കൂട്ടം ഉസ്താദ് ചെയ്തിരുന്നു. അല്ലാഹു തആല കബൂലാക്കുമാറാകട്ടെ. ചെറുതായൊരു ദുആ നമുക്ക് ചെയ്ത് പെട്ടെന്ന് നിർത്ത സമയം അത്രയേ ഉള്ളൂ. അതുകൊണ്ടാ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഇൽമിന്റെ മജ്ലിസിന്റെ ബർക്കത്ത് കൊണ്ടും മുഅ്മിനീങ്ങളായ ആളുകൾ നമ്മൾ തമ്മിൽ കണ്ടിട്ടില്ല, അറിയൂല, ഇൽമിന്റെ പേരിലും ദീനിന്റെ പേരിലും സുന്നത്ത് ജമാഅത്തിന്റെ പേരിലുമാണ് നമ്മൾ ഈ ഒരുമിച്ച് കൂടിയത്. ഈ ഒരു ബന്ധം വലിയൊരു ബന്ധമാണ്.
ഈ മജ്ലിസിന്റെ ബർക്കത്ത് കൊണ്ടും മഹാന്മാരായ എല്ലാ അമ്പിയാക്കൾ, ഔലിയാക്കൾ, സ്വാലിഹീങ്ങളുടെ ഹഖ് ബർക്കത്ത് കൊണ്ടും അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെയും നമ്മുടെ ബന്ധപ്പെട്ടവരുടെയും ദുആവസിയത്ത് ചെയ്തവരുടെയും എല്ലാ വിഷമങ്ങളും പ്രയാസങ്ങളും നീക്കി റാഹത്തും സലാമത്തും